പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക സമയത്ത് പ്രത്യേകമായി ഇതൊക്കെ ചെയ്യണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു എന്ന് തെളിയണം. എന്നാ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എത്രയെത്ര നിസ്കാരങ്ങള് പണ്ഡിതന്മാര് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റഗായിബ് നമസ്കാരം എന്ന പേരിൽ ഒരു നമസ്കാരമുണ്ട്. റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഒരു റഗായിബ് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് നിസ്കാരം. ആ നിസ്കാരത്തെ കുറിച്ച് ഇമാം നബവിയോട് ചോദിക്കപ്പെട്ടു. സുഇല ശൈഖുൽ ഇസ്ലാം നബവി അൻ സ്വലാത്തി റഗായിബിൽ മഅറൂഫത്തി ഫി അവ്വലി ലൈലത്തി ജുമുഅത്തിൻ മിൻ റജബ് ഹൽ ഹിയ സുന്നത്തും അം ബിദ്അ. റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നടക്കുന്ന റഗായിബ് നമസ്കാരം സുന്നത്താണോ ബിദ്അത്താണോ? ആരോടാ ചോദിക്കുന്നത്? ഷാഫി മദ്ഹബിലെ ബഹുമാനപ്പെട്ട നേതാവ് അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് നബവി, പേരോടിനെ പോലുള്ളവർ ബഹുമാനിക്കാൻ കടപ്പെട്ട ഷാഫി മദ്ഹബുകാരൊക്കെയും ബഹുമാനിക്കുന്ന, അല്ല അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ മൊത്തത്തിൽ ബഹുമാനിക്കുന്ന ഒരാളാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം കൊടുത്ത മറുപടി എന്താണ്? ഹിയ ബിദ്അത്തുൻ കബീഹത്തുൻ മുൻകറത്തുൻ. അത് വെറുക്കപ്പെട്ടതും അതുപോലെ തന്നെ ചീത്തയായതുമായ പുത്തനാചാരമാണ്. അശദ്ദ ഇൻകാരിൻ, അതുപോലെ തന്നെ അങ്ങേയറ്റം വെറുക്കപ്പെട്ടതും അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടതുമാണ്. മുസ്തമിലത്തുൻ അലാ മുൻകറാത്തിൻ, ധാരാളം വെറുപ്പപ്പെട്ട കാര്യങ്ങൾ അത് ഉൾക്കൊള്ളുന്നുണ്ട്. ഫയതഅയ്യനു തർക്കുഹാ വൽ ഇറാദു അൻഹാ വ ഇൻകാറുഹാ അലാ ഫാഇലിഹാ. കണ്ടോ? അതുകൊണ്ട് ഈ നിസ്കാരമുണ്ടല്ലോ, റഗായിബ് നമസ്കാരം, അത് ഉപേക്ഷിക്കേണ്ടതാണ്, അനിവാര്യമാണ്. അതിൽ നിന്ന് തിരിഞ്ഞു കളയേണ്ടതും അനിവാര്യമാണ്. അത് ചെയ്യുന്നവനെ എതിർക്കേണ്ടതുമാണ്. ഭരണാധികാരി, ഇസ്ലാമിക ഭരണാധികാരി ആണെങ്കിൽ റജബ് മാസത്തിൽ ഈ ബിദ്അത്തായ നിസ്കാരം നിർവഹിക്കുന്നത് കണ്ടാൽ അത് തടയൽ അയാളുടെ ബാധ്യതയാണ്. കാരണം തന്റെ പ്രജകളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ അയാൾ ചോദിക്കപ്പെടും. ഇങ്ങനത്തെ ഒരു ബിദ്അത്ത് നടക്കുന്നത് കണ്ടിട്ട് നീ ഭരണചക്രം ഉപയോഗിച്ചത് തടഞ്ഞോ എന്ന് അല്ലാഹു അയാളോട് ചോദിക്കും. അതുകൊണ്ട് ഇസ്ലാമിക ഭരണമുണ്ടെങ്കിൽ ഈ നിസ്കാരക്കാരെ തടയേണ്ടതാണ്. വഖദ് സന്നഫൽ ഉലമാഉ കുതുബൻ ഫീ ഇൻകാരിഹാ വ ദമ്മിഹാ വ തസ്ഫീഹി ഫാഇലിഹാ. കണ്ടോ? ഞങ്ങൾ ഏതെങ്കിലും കാര്യത്തെ എതിർക്കുമ്പോ അവർക്കുണ്ട് എന്ത് പറഞ്ഞാലും ബിദ്അത്ത് ബിദ്അത്ത്. നിസ്കാരത്തെ എതിർക്കുന്നത്, നിസ്കാരം എന്ന് പറഞ്ഞാൽ സ്വലാത്തു ഖൈറു മൗളൂഅ്, ഏറ്റവും നല്ല സാധനമാണ് നിസ്കാരം എന്ന് പറഞ്ഞത്, അല്ലേ? സുജൂദ് എന്ന് പറഞ്ഞാൽ എത്ര പുണ്യമുള്ളതാണ്, റുക്കൂ എന്ന് പറഞ്ഞാൽ എത്ര പുണ്യമുള്ളതാണ്, ഒതു എടുത്ത് ഖിബിലക്ക് നേരെ തിരിഞ്ഞിട്ട് റബ്ബിന്റെ മുമ്പിൽ നിൽക്കുക എന്നുള്ള എത്ര പുണ്യമുള്ളതാണ്. എന്നിട്ടാണ് ഒരു നിസ്കാരം വെറുക്കപ്പെട്ടതാണ്, എതിർക്കപ്പെടേണ്ടതാണ്, ഭരണാധികാരി തടയേണ്ടതാണ്. മാത്രമല്ല കുറെ പണ്ഡിതന്മാർ ഇതിനെ വിമർശിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും അത് ചെയ്യുന്ന ആള് വിഡ്ഢിയാണെന്ന് സ്ഥാപിച്ചുകൊണ്ടും പുസ്തകം എഴുതിയിട്ടുണ്ട്. അതൊന്നല്ല, പിന്നെ പറയുന്ന ഭാഗം കേട്ടോ. ധാരാളം സ്ഥലങ്ങളിൽ ഇത് ധാരാളം ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കണ്ടിട്ട് വഞ്ചിതനാകേണ്ടതില്ല. വലാബി കൗലിഹാ മദ്കൂറത്തുൻ ഫീ ഖൂത്തുൽ ഖുലൂബി വഇയ്യാ ഉലൂമിദ്ദീൻ. ഖൂത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞ അബൂ താലിബുൽ മക്കി എന്ന സൂഫിയുടെ കിതാബാണ്. മറ്റൊരു പക്കാ സൂഫിയായ ഗസാലിയുടെ പുസ്തകമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. ഇതുപോലുള്ള കിതാബിൽ അത് കണ്ടതുകൊണ്ടും നിങ്ങൾ വഞ്ചിതരാകണ്ട കേട്ടോ. ആരാ പറയുന്നത്? ഇഹ്യാ ഉലൂമുദ്ദീൻ കാണും, വഞ്ചിതനാകണ്ട. ഖൂത്തുൽ ഖുലൂബിൽ കാണും, വഞ്ചിതനാകണ്ട. ആരാ പറയുന്നത്? ഇമാം നവവിയാണ് പറയുന്നത്. വനഹവിഹാ, ഇതുപോലെ വേറെയും പല കിതാബിലും കണ്ടേക്കാം. ഫഇന്നഹാ ബിദ്അത്തുൻ ബാതിലത്തുൻ, കാരണം ഇത് ബാത്തിലായ അസത്യമായ ഒരു അനാചാരമാകുന്നു. വഖദ് സഹ, നബിയിൽ നിന്ന് സഹിയായി വന്നിട്ടുണ്ട്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, മൻ അഹദസ ഫീ ദീനിനാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. കണ്ടോ? ഞങ്ങൾ ആ ഹദീസ് ഉദ്ധരിച്ച എന്ത് പറഞ്ഞാലും മുൻകാല പണ്ഡിതന്മാരെന്നത് കണ്ടിട്ടില്ലേ? കണ്ടതുകൊണ്ടാ പറയുന്നത്. ഈ ദീനിൽ ആരെങ്കിലും പുതിയതുണ്ടാക്കിയാൽ അത് അസ്വീകാര്യമാണെന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. സഹിയായ ഹദീസിൽ വീണ്ടും വന്നിട്ടുണ്ട്, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകർ പറഞ്ഞിരിക്കുന്നു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ കാലത്തില്ലാത്ത ഒരു അമല് ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് സ്വീകാര്യമാണ്. വഫീ സഹീഹി മുസ്ലിം വഗൈരിഹി, സഹീഹ് മുസ്ലിമിലും അതല്ലാത്ത ഗ്രന്ഥങ്ങളിലും അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല കുല്ലു ബിദ്അത്തിൻ ളലാല. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എല്ലാ ബിദ്അത്തും ളലാലത്താണെന്ന്. അത് സഹീഹ് മുസ്ലിമിലും മറ്റു പല ഗ്രന്ഥങ്ങളിലും വന്നിട്ടുണ്ട്. മുജാഹിദുകൾ ബിദ്അത്തിനെ എതിർക്കാൻ ഉപയോഗിക്കുന്ന 3 ഹദീസും ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സലാത്തുർ റഗായിബ് എന്ന കള്ള നിസ്കാരത്തെ എതിർക്കാൻ വേണ്ടി ഉപയോഗിക്കാണ്. ഇനി തീർന്നില്ല, കേട്ടോളൂ. വഖദ് അമറല്ലാഹു തആല ഇൻദ തനാസുഇ ബിർറുജൂഇ ഇലാ കിതാബിഹി.
തർക്കമുണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ കിതാബിലേക്ക് മടക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ഫഖാല തആല, അള്ളാഹു പറഞ്ഞു, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഓൽക്ക് എന്ത് പറഞ്ഞാലുണ്ട് ഫഇൻ തനാസഅതും ഫീ ശൈഇൻ. ഞങ്ങളല്ല, മുൻഗാമികളൊക്കെ ഓതി ആയത്താ. കണ്ടോ, തർക്കമുണ്ടായാൽ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും നിങ്ങൾ മടക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വലം യഅ്മുർ ബിഇത്തിബാഇൽ ജാഹിലീന, വിവരമില്ലാത്തവരെ പിൻപറ്റണമെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. വലാ ബിൽ ഇഗ്തിറാർ ബിഗലതാത്തിൽ മുഖ്തിഈൻ, അബദ്ധം പറ്റിയവരുടെ അബദ്ധങ്ങളിൽ വഞ്ചിതരാകണമെന്നും അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. ഇമാം നബവിയുടെ ഫത്വയിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ഇതുപോലെ എത്രയോ ഫത്വകളുണ്ട് വായിക്കാൻ. ഉദാഹരണത്തിന് മാത്രം ഞാൻ വായിച്ചതാണ്. നിസ്കാരല്ലേ, നല്ലതല്ലേ, കൂലി കിട്ടാനല്ലേ, മുസ്ലിമീങ്ങൾക്ക് ദിക്ർ മുടക്കല്ലേ, മുസ്ലിമീങ്ങൾക്ക് സുജൂദ് മുടക്കല്ലേ എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ന്യായീകരിക്കല്? ആ ന്യായീകരണം നിലനിൽപ്പില്ലാത്തതാണ് എന്ന് വ്യക്തമാക്കാനാ ഞാൻ ഇത് പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പറയും, ഓ അതിനിപ്പോ എന്താ, അത് ബഹുമാനല്ലേ, ഇതോ അത് സലാത്തല്ലേ, മറ്റതോ അത് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലല്ലേ. ഇങ്ങനെ പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ പാടില്ല. അത് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണം. ഇമാം നബി തന്നെ ഒളു എടുക്കുമ്പോഴുള്ള ദുആ, ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴുള്ള ദുആ അത് ഒഴിവാക്കി. അദ്ദേഹത്തിന്റെ മിൻഹാജിലതാ പറയുന്നു, ഹദഫ്തു ദുആ അൽ-അഅ്ളാഇ, അവയവങ്ങൾ ഓരോന്നും കഴുകുമ്പോൾ പ്രത്യേകം പ്രത്യേകം ദുആ ഉണ്ട്. പക്ഷെ ഞാനത് ഒഴിവാക്കിയിരിക്കുന്നു. കാരണം അതിന് അസലില്ല എന്ന് പറഞ്ഞ ഹദീസിന്റെ കിതാബിലില്ല. അപ്പൊ ദുആ അല്ലേ എന്നുള്ള നിലക്ക് അദ്ദേഹം ന്യായീകരിച്ചോ? നിസ്കാരല്ലേ എന്നുള്ള നിലക്ക് അദ്ദേഹം ന്യായീകരിച്ചോ? ഇതുപോലെ ഭക്ഷണം കൊടുക്കല്, അദ്ദേഹം 3-നും 7-നും 14-നും ഭക്ഷണം കൊടുക്കുന്നതിനെ സംബന്ധിച്ച്, മരണച്ചോറിനെ സംബന്ധിച്ചൊക്കെ ശാഫി മദ്ഹബിലെ പല പണ്ഡിതന്മാരും മറ്റു മദ്ഹബിലെ പണ്ഡിതന്മാരും എതിർത്തിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് മുജാഹിദുകൾ ഇന്നതാണ് ബിദ്അത്ത്, ഇന്നതാണ് സുന്നത്തെന്ന് ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതെല്ലാം മൂടി വെച്ചുകൊണ്ട് ദുആഅല്ലേ ദിക്റല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബിദ്അത്തുകളെ ന്യായീകരിക്കുവാനാണ് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഇവർ ശ്രമിച്ചത്. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ശിയാക്കൾ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്? ദുആഅല്ലേ, ദിക്റല്ലേ, ഭക്ഷണം കൊടുക്കലല്ലേ, ത്യാഗമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹുമാനിക്കലല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്കത് സ്വീകരിക്കാൻ പറ്റുമോ? അവര് മുഹറത്തോടനുബന്ധിച്ച് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഭക്തിപൂർവ്വം ചെയ്യുന്നു അല്ലേ? അവർ ഭക്ഷണം കൊടുത്ത് ബോംബെയിലൊക്കെ പോയാൽ കാണാം, ഹസൻ ഹുസൈൻ ഫാത്തിമ എന്നുകൊണ്ട് വെള്ളം വെച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ മധുരം കലക്കിയിട്ട് തരും മുഹറത്തിന്റെ പേരിൽ കുടിക്കാൻ. മുഹറം 10 അവർ തീ ഇങ്ങനെ നിരത്തിയിട്ടിട്ട് തീയിലൂടെ നടക്കും, ചെങ്ങല കൊണ്ട് ഇങ്ങനെ അടിക്കും, യാ ഹുസ്സ യാ ഹുസ്സ നെഞ്ചടിച്ച് പിളർക്കും. എന്തൊരു ത്യാഗമാണ്, എന്തൊരു ഭക്തിയാണ്! ബഹുമാനിക്കലല്ലേ, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കലല്ലേ എന്ന് പറഞ്ഞിട്ട് എന്താ തുടങ്ങാത്തത്? തുടങ്ങിക്കൂടെ? അങ്ങനെ തുടങ്ങാൻ പറ്റുമോ? പറ്റൂല. ശരീഅത്തിൽ ഉള്ളതാണോ, നബി അംഗീകരിച്ചതാണോ, സഹാബത്ത് കാണിച്ചതാണോ, അതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ബക്രിക്ക് വേണ്ടി ഓരോരുത്തർ ഇങ്ങനെ ദീനിൽ പുതിയതുണ്ടാക്കിയാൽ അത് അംഗീകരിക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇനി സുഹൃത്തുക്കളെ, ഇയാള് ഹുസൈൻ സലഫിയോടെ പറഞ്ഞിരുന്നു, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. നമ്മൾ നമസ്കരിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെയാണ്. നബി പറഞ്ഞു, ഞാൻ എപ്രകാരം നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം. അതിനെയും ഇയാൾ പിടികൂടി. ഇയാൾ പറയാണ്, അത് നിങ്ങളെ മുജാഹിദീങ്ങൾ പോയി പഠിപ്പിച്ചെടുക്കും. കാരണം അതിന്റെ അർത്ഥം എന്താ? കൂത്ത് പറവിയിലാണെന്ന് അതിന്റെ അർത്ഥം. അത് പഠിപ്പിച്ചെടുക്കി കേട്ടോളി. നിങ്ങൾക്കൊന്ന് കേട്ടോ, ഇവിടെ വന്നിട്ട് വന്നൊരു കഥകൾ ഇവിടെ മറ്റു മുപ്പര് പറയാണ്, പറഞ്ഞിട്ടുണ്ട്, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്ന കണ്ട പോലെ നിസ്കരിക്കണം. അത് ഞങ്ങളോടാ പറഞ്ഞിട്ട് നിങ്ങളെ പള്ളിയിൽ പോയിട്ട് പറ, അറബിയിൽ ഹുതുബതിട്ട് അറബിയിൽ നിസ്കരിക്കാൻ, അറബിയിൽ ഹുതുബതിട്ട് അറബിയിൽ നിസ്കരിക്കാൻ പറ. അതാ ഇമാം നവവി റളിയല്ലാഹു പറഞ്ഞത്. എന്ത് അറബിയിൽ ഹുതുബതി നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. അതിനെന്താ തെളിവ് പറഞ്ഞത് ഇമാം നവവി? ഒരു തെളിവ് പറഞ്ഞ രണ്ട് തെളിവ് പറഞ്ഞു. ഒന്ന്, ഫർദായ ദിക്റാണ്, ഖുർആനും ഹദീസിലും ദിക്ർ എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഫർദായ ദിക്ർ തശഹുദി അത്തഹിയ്യാത്ത് പോലെ, തക്ബീറത്തുൽ ഇഹ്റാം തക്ബീറത്തുൽ ഇഹ്റാം പോലെ ഒക്കെ ഫർദായ ദിക്റാണ്. അതൊക്കെ അറബിയിലാണ് വരേണ്ടത്. അതുപോലെ അറബിയായിരിക്കണം. പിന്നെന്താ പറഞ്ഞ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞിട്ടും ഉണ്ട്. ഇമാം ബുഖാരി പറഞ്ഞ ഹദീസ്, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി വകാന യഖ്തുബു ബിൽ അറബിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയിലാണ് ഖുതുബ ഓതിയത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം. അതുകൊണ്ട് അറബിയിൽ ഖുതുബ ഓതി നിസ്കരിച്ചാലേ റസൂലുള്ളാഹി നിസ്കരിച്ചതുപോലെയുള്ള ജുമഅയാവൂ എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞു. ഇവിടെ എന്റെ മൗലവി പറഞ്ഞ് നമ്മളോട് പ്രസംഗിക്കുക, റസൂലുള്ളാഹി നിസ്കരിച്ച പോലെ നിസ്കരിക്കണോ? നമ്മളാ ചെയ്യണ്ടേ? അത് വെച്ചിട്ടവനെ
നമസ്കാരം നിർവഹിച്ച് കാണിച്ചു തന്നുകൊണ്ട് ലോകത്തോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ ഏത് രൂപത്തിൽ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടു, അതുപോലെ നിങ്ങൾ നിസ്കരിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിസ്കാരം നമ്മൾ കണ്ടുവോ? കണ്ടവരല്ലേ സഹാബത്ത്? ആ സഹാബത്തിനെ കണ്ടവരല്ലേ താബിഈങ്ങൾ? താബിഈങ്ങളെ കണ്ടവരല്ലേ താബിഈങ്ങൾ? അവരെ കണ്ടവരല്ലേ അടുത്ത തലമുറ? അങ്ങനെ ഇങ്ങനെ മഹാന്മാരായ വിശ്വസ്തരായ ആളുകളിലൂടെ നമുക്ക് നമസ്കാരം എന്തെന്ന് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? എല്ലാ നമുക്ക് മാത്രമല്ല മനസ്സിലാത്ത എല്ലാ മുസ്ലിമുകൾക്കും മനസ്സിലായിട്ടുണ്ട്. അള്ളാന്റെ റസൂല് ഒരു ഭാഷയിൽ കുത്തുപോയിട്ട് വേറൊരു ഭാഷയിൽ ജുമ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിച്ച ഭാഷയിലേ കുത്തുപോതിയിട്ടുള്ളൂ, കുത്തുപോതിയ ഭാഷയിലേ നിസ്കരിച്ചിട്ടുള്ളൂ. കുത്തുബക്കൊരു ഭാഷ, നിസ്കാരത്തിന് വേറൊരു ഭാഷ. അള്ളാന്റെ റസൂല് ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, താബീങ്ങൾ ചെയ്തിട്ടില്ല, താബീങ്ങൾ ചെയ്തിട്ടില്ല. 1300ഓളം കൊല്ലം ലോകത്ത് ജീവിച്ചോടൊറ്റ പണ്ഡിതരും ഒരു പള്ളിയിലും അറബിയല്ലാത്ത ഭാഷയിൽ കുത്തുപോതിയിട്ട് ജുമ നിസ്കരിച്ചിട്ടില്ല. നിങ്ങളെ കാപട്യത്തിന്റെ നാവുണ്ടല്ലോ, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഹദീസ് തെളിച്ചിട്ട് സഹാബത്താ കണ്ടത് അവര് നിസ്കരിച്ച പോലെ ആ നിസ്കരിക്കരുത് എന്ന് പറയുകയും എന്നിട്ട് നിങ്ങൾ തന്നെ പച്ച മലയാളത്തിൽ അറേബ്യയിൽ നിന്ന് നിസ്കരിക്കുന്നില്ലേ? നിങ്ങൾ ഇവിടെ മാത്രമല്ല അറേബ്യൻ നാടായ ഷാർജയിൽ പോയിട്ട് മലയാളത്തിൽ പുതുപോയിട്ട് ശമ്പളം പറ്റുന്ന മൗലവല്ലേ? ചോദിക്കട്ടെ ഒരു ചോദ്യം കൂടി. ഞാൻ നാടാവെന്ന് ചോദ്യം ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. എന്തായിരുന്നു ചോദ്യം എന്നറിയോ? റസൂൽ ഇമാമത്ത് നിന്നിട്ട് ശമ്പളം പറ്റിയിട്ടുണ്ടോ? സഹാബത്ത് ഇമാമത്ത് നിന്നിട്ട് ശമ്പളം പറ്റിയിട്ടുണ്ടോ? കുത്തുപോതിയിട്ട് ശമ്പളം പറ്റിയിട്ടുണ്ടോ? ഓ മൗലവി, നിങ്ങൾ ശമ്പളം പറ്റുന്നുണ്ടല്ലോ. നിസ്കരിച്ചിട്ട് ശമ്പളം വാങ്ങാൻ പറ്റോ? അതേ, പങ്കുകൊടുത്തിട്ട് ശമ്പളം വാങ്ങാൻ പറ്റോ? ഞങ്ങൾക്ക് പറ്റും കേട്ടോ. നിങ്ങളെ കാര്യമാണ് ചോദിച്ചത്. കാരണം നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ചെയ്തതല്ലേ ചെയ്യാൻ പറ്റൂ. റസൂലും സഹാബത്തും ശമ്പളത്തിന് ഇമാമത്ത് നിന്നിട്ടുണ്ടോ? ശമ്പളത്തിന് ഹുതുബോധിയിട്ടുണ്ടോ? നിങ്ങൾ ശമ്പളത്തിന് ഹുതുബോധുന്ന നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ചെയ്തല്ലേ ചെയ്യാൻ പറ്റൂ. ഞങ്ങൾക്ക് തോന്നിയ മാതിരിയൊക്കെ ചെയ്യാ. ഞങ്ങൾക്ക് എവിടെയും ഓതിയിട്ട് വാങ്ങാ, ഞങ്ങൾക്ക് ദ്വയർന്നിട്ട് വാങ്ങാ, ഞങ്ങൾക്ക് ഹറാമും ഹലാലും ഇല്ല. കൊടുക്കാനും പുറക്കാനും വിരിക്കാനൊക്കെ മരിച്ചാലും വാങ്ങാ, ജനിച്ചാലും വാങ്ങാ, എവിടുന്നും വാങ്ങാ. ഞങ്ങൾക്ക് തെളിവ് വേണ്ട. എന്തിപ്പോ വിഷയം? അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം എന്നൊരു ഹദീസ് പറഞ്ഞു. അതാണ് ഇപ്പൊ ആകെ കുഴപ്പം. അതിന്റെ പേര് മുമ്പിൽ വലിച്ചു നീട്ടി എവിടേക്കൊക്കെ എത്തിച്ച് ശമ്പളം വാങ്ങാൻ തെളിവുണ്ടോ? ശമ്പളം വാങ്ങല് സുന്നത്താണ് എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പിന്നെയോ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്കുന്ന ആളുകള്, അവര് പള്ളിയിൽ ബാങ്ക് വിളിക്കുകയും പള്ളിയിൽ ഇമാമത്ത് നിൽക്കുകയും പള്ളി ഖുത്ബ നടത്തുകയൊക്കെ ചെയ്യുന്ന ആളുകള്, അത് മഹല്ലിന്റെ മുഴുവൻ ഉത്തരവാദിത്തമാണ്. അയാൾക്ക് മാത്രം ഉത്തരവാദിത്തമല്ല. അയാളുടെ ജോലികളൊക്കെ ഒഴിവാക്കിയിട്ട് അയാൾ ആ ജോലിക്ക് നിൽക്കുമ്പോ അയാളെ കുടുംബം ജീവിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ശമ്പളം, അതല്ലെങ്കിൽ ആ സംഗതി നടക്കൂല. ഓരോരുത്തരും സൗകര്യമുള്ളപ്പോ ഒന്ന് ബാങ്ക് കൊടുത്താൽ മതിയോ? പറ്റൂല. ബാങ്ക് സമയത്ത് കൊടുക്കണം. ആരെങ്കിലും ഒക്കെ കയറി നിസ്കരിച്ചാൽ മതിയോ? അല്ല, ഖുർആൻ അറിയുന്ന നിസ്കാരം അറിയുന്ന ആൾ ഇമാമത്ത് നിൽക്കണം. ഖുതുബക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാ മതിയോ? എല്ലാ മഹല്ലിലേർക്കും ഒരുപോലെ ഉത്തരവാദിത്തം. എനിക്ക് ഒഴിവ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വന്നില്ല, അന്ന് ജുമ വേണ്ട, വെക്കാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് ആദ്യകാലം മുതൽക്കേ ഖലീഫമാര് ഭരണം ഏറ്റെടുത്ത് ബൈത്തുൽ മാലിൽ നിന്ന് ശമ്പളം കൊടുക്കും. അമീറുൽ മുഅ്മിനീൻ തലസ്ഥാനത്ത് ഖുതുബ നടത്തും. അമീറുൽ മുഅ്മിനീൻ നിശ്ചയിക്കുന്ന ഖതീബുമാരാണ് എല്ലാ സ്ഥലത്തും ഖുതുബ നടത്തുക. അവരാ ശമ്പളം കൊടുക്കുക. ഇന്നും അറബ് രാജ്യത്തെ ഔഖാഫ ശമ്പളം കൊടുക്കുക. അവിടെ ഷാഫി പള്ളി, ഹനഫി പള്ളി, മുജാഹിദ് പള്ളി, ജമാഅത്തുള്ള ഒക്കെ ഔഖാഫിന്റെ പള്ളിയാ. ഔഖാഫാണ് ശമ്പളം കൊടുക്കുക. ഔഖാഫാണ് മുഅദ്ദിനെ നിശ്ചയിക്കുക. ഔഖാഫാണ് ഇമാമിനെ നിശ്ചയിക്കുക. അവര് വേറെ ജോലിക്ക് പോയി അതിന്റെ ഇടയിൽ എപ്പോഴേലും വന്നിട്ട് ചെയ്താൽ മതിയോ? ഇത് അങ്ങനെ ആകുമ്പോൾ നടക്കുമോ? അപ്പൊ അത് ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഖലീഫമാരെ കാലം മുതൽക്കേ ഇമാമുകൾക്കും മുഅദ്ദിനും അതുപോലെ ഖത്തീബുമാർക്കൊക്കെ ബൈത്തുൽ മാലിന് ശമ്പളം കൊടുത്തിരുന്നു. നമുക്ക് ബൈത്തുൽ മാലില്ല. നമ്മള് മുസ്ലിമീങ്ങള് അവിടെ പള്ളിയും മദ്രസൊക്കെ നടക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കി. ആ സംവിധാനത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അത് നമ്മൾ ശമ്പളം കൊടുക്കുന്നു. അതെല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. പക്ഷെ അത് ഏതുപോലെയല്ല.
ഇത് മരിച്ചോടത്ത് യാസീൻ ഓതിയിട്ട് ഗാന്ധിത്തല വാങ്ങുന്ന പോലെയല്ല. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ല, സഹാബത്തിന്റെ കാലത്തില്ല. അതുപോലെ തന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ എല്ലാം മുന്നിൽ നിൽക്കുക, ചെന്നിട്ട് പിന്നെ തൽക്കീന് ചൊല്ലിക്കൊടുക്കുക, അതിന് കൈമണി വാങ്ങുക. അതുപോലെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ മുസ്ലിയാക്കന്മാര് സാധാരണക്കാരെ ചൂഷണം ചെയ്ത് പൈസ വാങ്ങുന്നുണ്ട്. അതൊക്കെ ഇത് വെച്ചിട്ട് ന്യായീകരിക്കാനാണ് മുസ്ലിയാർ ശ്രമിക്കുന്നത്. നമ്മളെ വിഷയം എന്താ? സല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്ന നിങ്ങൾ കണ്ട് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. അത് ഞാൻ എങ്ങനെ ഖുത്ബ നടത്തിയതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ ഖുത്ബ നടത്തണം എന്നാണ് ഇപ്പൊ ഇയാൾ വ്യാഖ്യാനിച്ചത്. അത് നബവി വ്യാഖ്യാനിച്ചിട്ടുണ്ട് അത്രേ. വാസ്തവത്തിൽ ഇയാൾ പറഞ്ഞത് എന്താ? അറബി ഭാഷയിലല്ലാതെ ഖുത്ബ ഓതിയിട്ട് ഖുത്ബ നിസ്കരിച്ചാൽ അയാൾ നിസ്കാരം ബാത്തിലാവുന്നു. എന്നാ ചോദിക്കട്ടെ, നിങ്ങളെ കാന്തപുരത്തിന്റെ അഖിലേന്ത്യാ സുന്നി, ആ അഖിലേന്ത്യാ സുന്നിന്റെ സെക്രട്ടറി ആരായിരുന്നു? സേട്ടു മസ്ജിദ്, ബാംഗ്ലൂരിലെ സേട്ടു മസ്ജിദിൽ ഖത്തീബായിരുന്ന ഒരാള്, പക്ക ഹനഫിയാണ്. അയാൾ ഉറുദുലാ ഖുത്ബ നടത്തിയിരുന്നത്. അവിടെ ഇടക്കിടെ കാന്തപുരം പോകും. കാരണം ഇയാൾ അഖിലേന്ത്യാ സെക്രട്ടറി ആയത് പ്രസിഡന്റ് അയാളായിട്ടാ. മനസ്സിലായില്ലേ? അയാള് പ്രസിഡന്റും ഇയാള് സെക്രട്ടറിയും. പക്ക ഹനഫി, ഉറുദുൽ ഖുത്ബ നടത്തുന്ന ആള്. ഈ നിസ്കാരം ബാത്തിലാകണോ? എന്റെ ഒപ്പം നിങ്ങൾ പോണോ? നിങ്ങളെ കാന്തപുരത്തിന്റെ 6ാം ക്ലാസ് മദ്രസാ പുസ്തകത്തിൽ പറയുന്നു ഹനഫിയെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല, നിസ്കാരം ശരിയാവൂല. കാരണം എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒന്ന് മുറിയുന്ന കാര്യം കൊണ്ട് ഇവർക്ക് മുറിയില്ല. പെണ്ണിനെ തൊട്ടാ ഷാഫിക്ക് മുറിയും, പെണ്ണിനെ കെട്ടിപ്പിടിച്ചാലും അനഫിക്ക് മുറിയില്ല. ഗുഹ്യസ്ഥാനം തൊട്ടാ ഷാഫിക്ക് മുറിയും, ഗുഹ്യസ്ഥാനം തമ്മിൽ തൊട്ടാലേ അനഫിക്ക് മുറിയുള്ളൂ. ഒരു പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് ഇവന്റെ കണക്കിൽ ഓന്റെ ഒന്ന് മുറിഞ്ഞുണ്ടാവും, ഒന്ന് മുറിഞ്ഞവനെ തുടരാൻ പാടില്ല. അപ്പൊ അഖിലേന്ത്യാ സുന്നിന്റെ മീറ്റിംഗ് കൂടിയാ പ്രസിഡന്റ് ഇമാം എന്ന സെക്രട്ടറിക്ക് തുടരാൻ പറ്റുമോ? കാന്തപുരത്തിന് മഹ്മൂമാകാൻ പറ്റുമോ? അപ്പൊ എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാണ് അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടത്തിയ നിസ്കാരം ബാത്തിലാണ്. ഇവിടെ കുറെ ഹനഫികൾ ഇയാളെ സപ്പോർട്ട് ചെയ്തല്ലോ, മുജാഹിദീങ്ങൾ എതിർക്കാൻ വേണ്ടി. എന്നാ ഹനഫി മദ്ഹബിലെ കാസാനി തന്റെ ബദായുസ്സനായിൽ പറയുന്നത് കേട്ടോളൂ. വഅലാ ഹാദൽ ഖിലാഫി, ഈ അഭിപ്രായ വ്യത്യാസം അനുസരിച്ച്, ഏത് അഭിപ്രായ വ്യത്യാസം? നിസ്കാരത്തിൽ ഖുർആൻ ഓതുന്നതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസം. മുമ്പത്തെ കാലത്ത് അതാ ചർച്ച, നിസ്കാരത്തിൽ അറബി അല്ലാത്ത ഭാഷ ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലേ. ഹനഫികൾ പറഞ്ഞു അറബി ഒരു പൊട്ട് പോലും ഉപയോഗിച്ചില്ലെങ്കിൽ നിസ്കാരം ശരിയാവും. ഖുദാ ബഡാഹേ എന്നോട് കൈയ്യട്ടുക, എന്നിട്ട് പാർസിയിലോ ഉറുദുലോ ഏതെങ്കിലും ഒരു ആയത്തിന്റെ പരിഭാഷ പറയാ, എന്നാ നിസ്കാരായി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മാത്രല്ല നിസ്കാരത്തിലെ ഖിറാഅത്തിനെ സംബന്ധിച്ചുള്ള ഖിലാഫ് വിശദീകരിക്കുന്നിടത്ത് തൗറാത്തോ ഇഞ്ചിയിലോ ഓതിയാലും മതി ഹനഫി മദ്ഹബ്. പക്ഷേ അതിന് പുരോഹിതന്മാര് കൈകടത്തിയിട്ടില്ല എന്ന് ഉറപ്പ് വേണം എന്ന് മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞ ശേഷം പറയാണ് ഈ അഭിപ്രായ വ്യത്യാസം അനുസരിച്ച് ഇദാ തശഹദ, ഒരാള് അത്തഹിയാത്ത് ചൊല്ലി, ഔ ഖതബ അല്ലെങ്കിൽ ഖുത്ബ നടത്തി, യൗമൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസം, ബിൽ ഫാരിസിയത്തി പേർഷ്യൻ ഭാഷയിൽ, വലൗ അമ്മന ബിൽ ഫാരിസിയ പേർഷ്യൻ ഭാഷയിൽ ആമീൻ എന്ന് പറഞ്ഞു, ഔ സമ്മാ ഇൻദ ദബിഹി ബിൽ ഫാരിസിയ കോയിനറുക്കുന്ന അല്ലെങ്കിൽ മൂരി അറുക്കുന്ന സന്ദർഭത്തിൽ ബിസ്മിക്ക് പകരം പേർഷ്യൻ ഭാഷയിൽ ബിസ്മി പറഞ്ഞു, ഔ ലബ്ബ ഇൻദൽ ഇഹ്റാമി ബിൽ ഫാരിസിയ ഹജ്ജിൽ പ്രവേശിക്കുമ്പോൾ തൽബിയത്ത് പേർഷ്യൻ ഭാഷയിൽ പറഞ്ഞു, ഔ ബി അയ്യി ലിസാനിൻ കാന, ഇനി പേർഷ്യൻ എന്ന് വെക്കണ്ട ഹിന്ദിയോ ഉറുദുവോ കന്നഡയോ ആന്ധ്രയോ ഏതോ ആകട്ടെ, എന്നാൽ യജൂസു ബിൽ ഇജ്മാ, ഇജ്മാ അനുസരിച്ചത് ജായിസാകും. ഏത് ഭാഷയിലും ഖുത്ബ നടത്താം, ഏത് ഭാഷയിലും നിസ്കരിക്കാം, ഏത് ഭാഷയിലും അർക്കുമ്പോ ബിസ്മില്ല ആമീൻ പറയാ. അറബി വേണമെന്ന് ഒരു നിബന്ധനയുമില്ല, ഇജ്മാ ഉണ്ട് ആ വിഷയത്തിൽ എന്നാര് പറയുന്നു? ഹനഫികൾ പറയുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാ? ഹനഫികളാണ്. അവരൊന്നും നിസ്കാരം ശരിയാവൂല. പേരോടിനെ താങ്ങി നടക്കുന്ന ഹനഫി ചൊയയുള്ള ദക്ഷിണക്കാരെ നിങ്ങളിപ്പോ എന്തു പറയുന്നു? നിങ്ങൾ നിസ്കാരം ബാത്തിലായി എന്നാ പറയുന്നത്. നിങ്ങളെ മദ്ഹബ് അനുസരിച്ച് നിസ്കരിച്ച പോലെ നിസ്കാരം മുഴുവൻ ബാത്തിലാണെന്ന് തേവലക്കരയില് ഈ ഷാഫിക്കാരനെ നിങ്ങൾക്ക് കിട്ടിയതല്ലേ. ഞങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് 10 കൊല്ലം ഖുത്ബ നടത്തി. പക്ഷെ റസൂല് നടത്തിയ ഖുത്ബ തന്നെ സഹാബത്ത് നടത്തണമെന്നില്ല. ഖുത്ബ ഓതാണെങ്കിൽ ഒരു കിതാബ് ഉണ്ടോ? ഖുത്ബന്റെ കിതാബുണ്ടോ? അങ്ങനെ 7 അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു തന്നിട്ടുണ്ടോ? റസൂൽ ഓതി 7ആണോ സിദ്ദീഖുൽ അക്ബർ ഓതിയത്? ആ രണ്ടാളും ഓതി 7ആണോ ഉമർ ഫാറൂഖ് ഓതിയത്? എവിടുന്ന് കിട്ടി ഓത്ത്? നിസ്കാരം തക്ബീർ മുതൽ സലാം വരെ സഹാബത്ത് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഖുത്ബ അല്ലാഹുവിന്റെ റസൂൽ 10 കൊല്ലം ഖുത്ബ നടത്തി 500ഓളം ഖുത്ബയില്ലേ? ഒരു ഖുത്ബയെങ്കിലും തല മുതൽ തല വരെ ഒരൊറ്റ സഹാബി റിപ്പോർട്ട് ചെയ്തോ?
റിപ്പോർട്ട് ചെയ്തില്ല. കാരണം എന്താ? നബി നടത്തിയ ഖുതുബ തന്നെ ഖിയാമത്ത് നാളിൽ നടത്തണം എന്നില്ല. അതേസമയം നിസ്കാരം നബി നടത്തിയതുപോലെ തന്നെ. അതുകൊണ്ടാണ് സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന് പറഞ്ഞ റസൂല് ഉഖ്തുബു കമാ റഅയ്തുമൂനി യഖ്തുബു, ഞാൻ എങ്ങനെ ഖുതുബ നടത്തുന്നത് നിങ്ങൾ കണ്ടോ അതുപോലെ ഖുതുബ നടത്തണം എന്ന് പറയാതിരുന്നത് കൊണ്ടാണ്. ഇമാം ബുഖാരിന്റെ ഹദീസിനൊപ്പം നബവിയുടെ ഒരു വാക്കുണ്ട്, വകാന യഖ്തുബു ബിൽ അറബിയ്യ, നബി അറബിയിലാ ഖുതുബ നടത്തിയിരുന്നത്. കേട്ടാത്തൊന്നും അതും കൂടി ബുഖാരിന്റെ ഹദീസിലുള്ളതാണ്. അത് ചെറിയ തട്ടിപ്പങ്ങ് നടത്തി. അത് നബവിന്റെ വാക്കാ. നബി അറബിയിലാ ഖുതുബ നടത്തിയിരുന്നത്. ഖുതുബ ഒരു ഭാഷയിലും നിസ്കാരം വേറൊരു ഭാഷയിലും ഉണ്ടോ പറയുന്ന കേട്ടാത്തൊന്ന്. ഖുതുബക്കും നിസ്കാരത്തിനും ഭാഷ മാത്രം അറബി, ബാക്കിയൊക്കെ നബി മലയാളം പറഞ്ഞു തന്നെ. മുസ്ലിയാരെ നബി ഏതെങ്കിലും വയൽ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ തേവലക്കറാന്ന് മലയാളത്തിലല്ലേ വയൽ പറഞ്ഞത്? വയൽ തരൽ ഇബാദത്തല്ലേ? മുസ്ലിമീങ്ങൾക്ക് വയൽ പറഞ്ഞു കൊടുക്കാന്നുള്ളത് പുണ്യമുള്ള കാര്യമല്ല, ഇബാദത്തല്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഏതെങ്കിലും ഒരു ദിവസം രാവോ പകലോ മലയാളത്തിൽ പറഞ്ഞോ? ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ പാടില്ല എന്ന് ഇയാൾ പറഞ്ഞ ഏത് ഭാഷയിലാ? മലയാളത്തില്. അള്ളാന്റെ റസൂൽ എല്ലാ വയലും പറഞ്ഞ അറബിയിലാ. ഭാര്യയോട് സംസാരിച്ചതും കച്ചവടം നടത്തിയതും നിക്കാഹ് നടത്തിയോ ഒക്കെ അറബിയിലല്ലേ? പറയുന്ന കേട്ടത്തൊന്ന് വേറെല്ലാം മലയാളത്തിൽ പറഞ്ഞിട്ട് മിമ്പർമൺ കയറുമ്പോ മാത്രം അറബി. തെറ്റിദ്ധരിപ്പിക്കുക. അള്ളാന്റെ റസൂലിന് അറബി മാത്രമേ അറിയുള്ളൂ, അറബി അല്ലാത്ത ഭാഷയൊന്നും നബിക്ക് അറിയില്ല. ചില ആളുകൾക്ക് നബി എല്ലാ ഭാഷയും അറിയുന്നൊരു വാദമുണ്ട്. കാരണം എന്താ? ഓരോ പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാരുടെ സമുദായത്തിന്റെ ഭാഷയിലാണ് അയച്ചിട്ടുള്ളത് എന്നൊരു ആയത്തുണ്ട്. അപ്പൊ നബിന്റെ സമുദായം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇനിയുള്ള അന്ത്യസമയം വരെ വരാനുള്ള എല്ലാ സമുദായങ്ങളും കൂടിയുള്ള നബിയാണ് നമ്മളെ നബി. അപ്പൊ നബിക്ക് ലോകത്തുള്ള മുഴുവൻ ഭാഷയും ആയിരക്കണക്കിന് ഭാഷ നബിക്ക് അറിയണം എന്നൊരു വാദം, ഒരു വിദണ്ഡവാദമുണ്ട്. യഥാർത്ഥത്തിൽ നബിയുടെ അഭിസംബോധിത സമൂഹത്തിന്റെ ഭാഷയെ നബിക്ക് അറിയണ്ടുള്ളൂ. നബിയുടെ അഭിസംബോധിത സമൂഹം അറബികളായിരുന്നു. അറബി അറിയുന്ന നബി അറബികളോട് അറബിയിൽ ഖുതുബ നടത്തി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ഫിത്ർ സക്കാത്ത് കൊടുത്തത് എന്താ? അള്ളാഹുവിന്റെ റസൂല് ബാർലിയല്ലേ കൊടുത്തത്? അവിടുന്ന് കൊടുത്തത് ഉണക്കമുന്തിരിയല്ലേ? അവിടുന്ന് കൊടുത്തത് പാൽക്കട്ടിയല്ലേ? അവിടുന്ന് കൊടുത്തത് കാരക്കയല്ലേ? നിങ്ങൾ കൊടുത്തതോ? നിങ്ങൾ കൊടുത്തത് അരി, വസൂരി അരി, പുഴുങ്ങല്ലരി, മട്ടരി, നേരിയരി, ബിരിയാണി അരി, പലതരം അരിയാ കൊടുത്തത്. അതിനെ സംബന്ധിച്ച് എന്താ ന്യായം? അത് അവിടുത്തെ പ്രധാന ഭക്ഷ്യധാന്യം അവർ കൊടുക്കണം, ഇവിടുത്തെ പ്രധാന ഭക്ഷ്യധാന്യം നമ്മൾ കൊടുക്കണം. ഊത്തുൽ ബലദ് കൊടുക്കണം, നിർബന്ധമാണ്. അപ്പൊ നബി കൊടുത്തല്ലേ കൊടുക്കാൻ പാടുള്ളൂ. നബി അറബി ഭാഷ കുത്തുപറത്തണം, നമ്മൾ അറബി ഭാഷ കുത്തുപറത്തണം. നബി കൊടുത്തത് കാരക്കന് നമ്മൾ കാരക്കന്നെ കൊടുക്കണം. എന്താ അത് പറയാത്തത്? അവിടുത്തെ പ്രധാന ഭക്ഷ്യധാന്യം അവർ കൊടുക്കുക, ഇവിടുത്തെ പ്രധാന ഭക്ഷ്യധാന്യം നമ്മൾ കൊടുക്കുക. അതേ ബുദ്ധി ഇവിടെ ഒന്ന് ഉപയോഗിച്ചോ? അവിടുത്തെ പ്രധാന ഭാഷയിൽ അവർ ഖുതുബ നടത്തുക, ഇവിടുത്തെ പ്രധാന ഭാഷയിൽ നമ്മൾ ഖുതുബ നടത്തുക. അല്ലെങ്കിൽ നിങ്ങളെ ഫിത്ർ സക്കാത്ത് ശരിയായില്ല എന്ന് പറ. നിങ്ങൾ ഇത്ര കാലം ഫിത്ർ സക്കാത്ത് കൊടുത്തത് ശരിയായോ? അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത കാരക്ക ഇവിടെ കിട്ടാനില്ലേ? ഉണക്കമുന്തിരി കിട്ടാനില്ലേ? ബാർലി കിട്ടാനില്ലേ? അതങ്ങ് കൊടുത്താ പോരെ? അള്ളാഹുവിന്റെ റസൂൽ കൊടുത്തത് തന്നെ കൊടുക്കണം. ഞങ്ങൾ പറയുന്നത് എന്താ? അള്ളാഹുവിന്റെ റസൂല് അറബികളോട് അറബിയിൽ ഖുതുബ നടത്തി. കാരണം ഖുതുബ ഉപദേശമാണ്. നബവി പറഞ്ഞ രണ്ട് കാരണം എന്ത്? ഖുതുബ ദിക്റും മഫ്റൂളാണ്, രണ്ടാമത്തെ സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. എന്നാൽ അത് ശാഫി മദ്ഹബിലെ ഒരു വിഭാഗത്തിന്റെ മാത്രം അഭിപ്രായമാണ്. നമ്മളെ കാമിൽ സക്കാഫി ഉണ്ടല്ലോ, ആദർശധാരിക്കാരൻ, അയാൾ പറഞ്ഞിട്ടുള്ളത് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നടത്താൻ പാടില്ല, അറബിയിൽ തന്നെ ഖുതുബ നടത്തണമെന്ന് ഇജ്മാ ഉള്ള വിഷയമാണ് എന്നാ. അയാൾക്ക് തൊട്ടനൊക്കെ ഇജ്മാ. എന്നാ കേട്ടോളൂ നവവി പറയുന്നത്. മൂപ്പര് മുഴുവൻ വായിച്ചത്, ഞാനത് വായിക്കാം. ഹൽ യുശ്തറത്തുൽ ഖൗലുൽ ഖുതുബത്തി ബിൽ അറബിയ്യ, അറബിയിൽ തന്നെ ഖുതുബ ആയിരിക്കൽ ഷർത്താണോ, നിബന്ധനയാണോ? ഫീഹി തരീഖാനി, നമ്മുടെ മദ്ഹബിൽ അതിന് രണ്ട് വഴികളുണ്ട്. അസഹുഹുമ, അത് ഏറ്റവും പ്രബലമായത് വബിഹി ഖതഅൽ ജുംഹൂർ, ഭൂരിഭാഗം ഖണ്ഡിതമായി പറഞ്ഞത് യുശ്തറത്തു, അത് ശർത്താണി എന്നാണ്. ലിഅന്നഹു ദിക്റും മഫ്റൂൽ, അത് ഫർലാക്കപ്പെട്ട ദിക്റാണ്. ഫശുരിത ഫീൽ അറബിയ്യ, അതുകൊണ്ട് ശർത്താൻ അറബി. കതശഹുദി വ തക്ബീറത്തുൽ ഇഹ്റാം, അത്തഹിയാത്ത് പോലെയും തക്ബീറത്തുൽ ഇഹ്റാം പോലെയും. മഅ ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഖൗലോട് കൂടി. റസൂലിന്റെ ഖൗൽ എന്താ? ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. അത് ഇതേറ്റ് എന്താ ബന്ധം? അദ്ദേഹത്തിന്റെ ഇസ്തിദ്ലാൽ തെറ്റല്ലേ? ആ ഭൂരിപക്ഷത്തിന്റെ ഇസ്തിദ്ലാൽ. വസ്താനി, രണ്ടാമതൊരു വിഭാഗമുണ്ട്, അവര് പറയുന്നത് എന്താണ്? ഫീഹി വജ്ഹാനി, അതിലും രണ്ട് ന്യായമുണ്ട്. ഹകാഹുമാ ജമാഅത്തും മിൻഹുൽ മുതവല്ലി, ഒരു സംഘം ശാഫികൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട്, അതിൽപ്പെട്ട ആളാണ് മുതവല്ലി. അഹദുഹുമാ, ഒന്ന് ഹാദാ, ഈ പറഞ്ഞതാണ്, അറബി ശർത്താണി എന്നതാണ്. വസ്താനി, രണ്ടാമത്തേത് മുസ്തഹബ്ബുൻ, അറബി ശർത്തും നിർബന്ധമൊന്നുമല്ല, നല്ലതാണ്. വലാ യുശ്തറത്തു, ശർത്തല്ല. ലിഅന്നൽ മഖ്സൂദ അൽ വഅദു,
ഖുതുബ കൊണ്ടുള്ള ഉദ്ദേശം ഉപദേശമാണ്. മുസ്തഹബാണ്, നല്ലതാന്നുള്ള ഷർട്ടൊന്നുമില്ല. കാരണം ഖുതുബ കൊണ്ടുള്ള ഉദ്ദേശം വഅലാണ്, ഉപദേശമാണ്. അത് ഏത് ഭാഷയിലൂടെ പറഞ്ഞാലും ലഭിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായക്കാർ ഷാഫി മദ്ഹബിലുണ്ട്. ഷാഫി മദ്ഹബ് എല്ലാവരും ഷർത്താന്നുള്ളതല്ല. നിങ്ങളെ മദ്ഹബിൽ തന്നെ ഇജ്മാ ഇല്ലാത്ത വിഷയമാണ്. നിങ്ങളെ കാമിൽ സഖാഫി മുസ്ലിം ലോകത്തിന് ഇജ്മാ ഉണ്ട് എന്നിവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. മുസ്ലിം ലോകത്തിന് ഇജ്മാ ഇല്ല. ഭൂരിഭാഗം വരുന്ന ഹനഫികളുടെ വാദം താങ്കൾ കേട്ട് കഴിഞ്ഞു. ഏത് ഭാഷയിലാകാം, ഖുതുബല്ല നിസ്കാരം കൂടിയും അറബി ഭാഷയിൽ വേണമെന്നില്ല എന്നാ മുസ്ലിയാർ പറയുന്നത്. നിസ്കാരത്തിന് അറബി ഷർത്താണ്, അതുപോലെ തന്നെ ഖുതുബക്ക് ഷർത്ത്. നിസ്കാരവും ഖുതുബയും ഒരുപോലെയാണോ? നിസ്കാരം പടിഞ്ഞാട്ട് ഇരിഞ്ഞിട്ടാ, ഖുതുബ കിഴക്കോട്ട് ഇരിഞ്ഞിട്ടാ. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. നിസ്കാരത്തിലൊന്നും സംസാരിക്കാൻ പാടില്ല, ഖുതുബയിൽ സംസാരിക്കാതിരിക്കാൻ പാടില്ല. സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് സംസാരിക്കാൻ എന്നാൽ എന്ത് പറ്റി മൗലിയാർക്ക് ഇപ്പൊ ബോധം കെട്ട് വീഴുവോ എന്ന് ചോദിക്കും. ഖുതുബന്റെ ഇടയിൽ നിന്നുപോയാലും അപ്പൊ സംസാരിച്ചുകൊണ്ടേയിരിക്കണം ഖുതുബയിൽ. പിന്നെയോ നിസ്കാരത്തിൽ ഒന്ന് മുറിഞ്ഞാൽ അപ്പൊ തന്നെ പിരിഞ്ഞു പോയിട്ട് ഒന്നുണ്ടാക്കി വരണം. ഖുതുബയിലോ ഒന്ന് പോയാലോ നിങ്ങളെ കിതാബ് തന്നെ പറയുന്നത് എന്താ? അപ്പോ ഒന്നും എടുക്കണമെന്നില്ല. ഖുതുബ കഴിഞ്ഞിട്ട് നിസ്കാരത്തിന്റെ സമയത്ത് ഒന്നും എടുത്താൽ മതി. തുണി കീറി ഔറത്ത് കുറച്ച് വെളിവായാലും അങ്ങനെ തന്നെ പൊത്തിപ്പിടിച്ചിട്ട് ഖുതുബ പൂർത്തിയായിക്കൊള്ളണം. നിസ്കാരത്തിലാണെങ്കിലോ നിസ്കാരത്തിൽ ഔറത്ത് വെളിവായാൽ, നല്ലോണം വെളിവായാൽ നിസ്കാരം ബാത്തിലായിപ്പോ അപ്പൊ തന്നെ പോയി തുണി മാറ്റണം. ഇങ്ങനെയുള്ള സാധാരണ വ്യത്യാസങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കൂടെ? നിങ്ങൾക്ക് നിസ്കാരം മലയാളത്തിലായിക്കൂടെ, ബാങ്ക് അങ്ങ് മലയാളത്തിലായിക്കൂടെ എന്നാ സാധാരണക്കാർ ചോദിക്കാറുള്ളത്. വാസ്തവത്തിൽ അള്ളാഹുവിന്റെ റസൂല് നിസ്കാരം ഞാൻ എങ്ങനെ നിർവഹിച്ചോ അതുപോലെ നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് എന്ന് പറഞ്ഞാൽ സമയം അറിയിക്കാനുള്ളതാണ്. അത് ആ പദം തന്നെ ഉപയോഗിക്കണമെന്നുണ്ട്. എന്നാൽ ബാങ്ക് സമയം അറിയിക്കാനുള്ളതാണ്, അതിൽ ഉപദേശമല്ല എന്ന കാര്യം ഇവിടുത്തെ അമുസ്ലിമിന് പോലും അറിയാം. അസർ ബാങ്ക് കൊടുത്ത അയ്യോ ബാങ്ക് വിളിച്ചല്ലോ, പണി കയറാനായി, ഒരു വേഗം നമുക്ക് പണി തീർക്കാറായി, 4 മണിക്ക് മാപ്പിളാരെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു എന്ന് പറയും. എല്ലാവർക്കും അറിയുന്ന കാര്യം അത്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ് ഇയാൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, അറബിയല്ലാത്ത ഭാഷ ഖുതുബയിൽ ഉപയോഗിച്ചാൽ അത് ബിദ്അത്തും മുൻകറത്താണെന്ന് ഈ സമസ്തക്കാര് മീൻചന്തയിൽ വെച്ച് പ്രമേയം പാസ്സാക്കുന്നതിന്റെ എത്രയോ മുമ്പ് ഇവിടെ എത്രയോ പള്ളികളിൽ അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നടന്നിരുന്നു. ഇയാൾ പറഞ്ഞാൽ 1300 കൊല്ലത്തെ പാരമ്പര്യം എന്നാണ്. നിങ്ങൾ മീൻചന്ത പ്രമേയത്തിന് എടുത്തു നോക്കുക, എന്താ പറയുന്നത്? ഇപ്പോൾ അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്ന പള്ളി ഇമാമുമാരോടും ഖത്തീബുമാരോടും ഈ യോഗം ആവശ്യപ്പെടുന്നു, നിർത്തിവെക്കണം. അപ്പൊ അന്ന് തന്നെ ഒരുപാട് നടക്കുന്നുണ്ട്. നബാത്തി ഖുതുബന്റെ പരിഭാഷ എത്രയോ പള്ളികളിൽ ഓതിയിരുന്നുവെന്ന് ഈ സമസ്തയുടെ ചരിത്രം അറിയുന്നവർക്കും കേരളത്തിൽ അത് അറിയുന്ന ആളുകൾക്കറിയാം. നജീബ് മുസ്ലിയാർ എഴുതിയിട്ടുള്ള ഖുതുബയെ കുറിച്ചുള്ള പുതിയ പുസ്തകത്തിൽ മലബാറിൽ പല സ്ഥലത്തും വലിയ വലിയ ആലിമീങ്ങൾ അറബി അല്ലാത്ത ഭാഷയിൽ മിമ്പർ വെച്ച് ഖുതുബ നടത്തുന്ന ഉദാഹരണം പറയുന്നുണ്ട്. അവരൊക്കെ ഈ പാരമ്പര്യത്തിന് പുറത്താണോ? മാത്രമല്ല, നജീബ് മുസ്ലിയാരുടെ സുന്നി, സംസ്ഥാന സുന്നി എന്ന ആന സുന്നി, അവര് പറയുന്നത് അത് ഹറാമല്ല എന്നാണ്. ഖിലാഫുൽ ഔല, അറബിയിൽ നടത്തലാണ് ഏറ്റവും നല്ലത്. ആ ഏറ്റവും നല്ലതെന്നൊരു വ്യത്യാസമാണ് അറബി അല്ലാത്ത ഭാഷയിൽ നടത്തൽ എന്നേ ഉള്ളൂ. ഹറാമാണെന്ന് പറയാൻ പാടില്ല. അത് ശാഫി മദ്ഹബ് കൊണ്ട് തെളിയിക്കാനും കഴിയില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെയും ഒരു തെറ്റിദ്ധരിപ്പിക്കല് മുസ്ലിയാർ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇനി മൂപ്പര് തറാവീഹ് നമസ്കാരത്തെ കുറിച്ച് ഒരു തെറ്റിദ്ധരിപ്പിക്കൽ, അത് കേട്ടോളൂ നിങ്ങള്. തറാവീഹ് നമസ്കാരത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് നമ്മൾ ഉദ്ധരിക്കാറുണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് ഇയാൾ പറയുന്ന ഭാഗം ഒന്ന് കേട്ടോളൂ. അതുപോലെ അബൂ ഹനീഫയൊന്നും ഞങ്ങൾ കണ്ട ഹദീസ് കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്, 1400 കൊല്ലം വരെ ആരും കാണാത്ത ഹദീസ് ഇവർ കണ്ടു. ഏതാ ഹദീസ്? ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബീവി പറഞ്ഞു, ആയിഷ ബീവി പള്ളിയിൽ പോന്നാളാ. തറാവി പള്ളിയിൽ ജമാഅത്തായിട്ട് 3 ദിവസം റസൂൽ നിസ്കരിച്ച അത് വീട്ടിൽ നിന്ന് മനസ്സിലാക്കിയ ആളാണ് ആയിഷ ബീവി. എന്നാ ഇരിക്കട്ടെ, ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബീവി എന്താ പറഞ്ഞത്? അല്ലാത്തപ്പോഴും റസൂലുള്ള 11-നേക്കാൾ ഏറ്റിട്ടില്ല. അവിടെ തറാവീഹ് ഉണ്ടോ മൗലവി? ആ ഹദീസ് പറയുന്നുണ്ടോ തറാവീഹാണ്? ഇല്ല. ഇതെങ്ങനെ തെളിവായി? അതിൽ തറാവീഹാണ് പറയുന്നുണ്ടോ? ഇല്ല. ഇതെങ്ങനെ തെളിവായി? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിത്തെളിഞ്ഞതിന് ശേഷം നിസ്കരിക്കുന്ന തഹജ്ജുദും വിത്റും അത് 11-നേക്കാൾ ഏറാറില്ലെന്ന് ആയിഷ ബീവി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചത് ഉറങ്ങി തെളിഞ്ഞിട്ട് നിസ്കരിക്കുന്ന
തഹജ്ജുദിനെ പറ്റിയും വിത്റിനെ പറ്റിയുമാണ്, തറാവീഹിനെ പറ്റിയല്ല. തറാവീഹിനെ പറ്റിയാണെന്ന് ആ ഹദീസിലുണ്ടോ? ആ ഹദീസിലുള്ള എന്താണ്? മാകാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി. റമളാനിലും അല്ലാത്ത കാലത്തും റസൂൽ വർദ്ധിപ്പിക്കുമായിരുന്നില്ല. അലാ 11 റക്അത്തും 11-ലധികം. എപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇത് പറയുന്നത്? അബൂ സലമത്തിന് അബ്ദുറഹ്മാൻ ചോദിക്കുകയാണ്, റസൂലുള്ളാഹിന്റെ റമളാനിന്റെ നമസ്കാരം എങ്ങനെയായിരുന്നു? അപ്പോഴാ പറയുന്നത്. അപ്പൊ തറാവീഹിനെ കുറിച്ചാണ് ഉറപ്പല്ലേ? മാത്രമല്ല ഈ ഹദീസ് ഷാഫി മദ്ഹബുകാരനെന്ന് നിങ്ങൾ തന്നെ ബഹുമാനത്തോടെ പറയുന്ന ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ സ്വലാത്തു തറാവീഹ് എന്ന അധ്യായത്തിലാണ് ഉദ്ധരിച്ചത്. സലാത്തു തറാവീഹ് എന്ന അധ്യായത്തിലാണ് ഉദ്ധരിച്ചത്. ഏത്? ഈ പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്. എന്നിട്ട് അതിനെ സംബന്ധിച്ച് ഫത്ഹുൽ ബാരിയിൽ എഴുതിയതെന്താ അസ്കലാനി? ആ ഹദീസ് തറാവീഹിനെ പറ്റി സൂചിപ്പിക്കുന്ന വിശദീകരണം. വഅമ്മാ റവാഹു ഇബ്നു അബീ ശൈബ മിൻ ഹദീസ് ഇബ്നു അബ്ബാസ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീ റമളാന 20 റക്അത്തൻ വൽ വിത്ര. അല്ലാഹുവിന്റെ റസൂൽ റമളാനിൽ 20 റക്അത്തും വിത്റും നമസ്കരിച്ചിരുന്നുവെന്ന് ഇബ്നു അബ്ബാസിൽ നിന്നൊരു റിവായത്തുണ്ട്. ഫൈസ്നാദുഹു ലഈഫുൻ. അതിന്റെ സനദ് ദുർബലമാണ്. വഖദ് ആറലഹു ഹദീതു ആയിഷ തഹാദാ. ആയിഷ ബീവിയുടെ ഈ ഹദീസ് അതിനെതിരാണ് താനും. അല്ലദീ ഫി സഹിഹൈനി. ഇതാകട്ടെ ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളതുമാണ്. മാ കൗനിഹാ അഅലമ ബിഹാലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലൻ മിൻ ഗൈരിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയാണ് മറ്റുള്ളവരെക്കാൾ നബിയുടെ രാത്രിയെ കാര്യങ്ങൾ ഏറ്റവും അറിയുന്നവർ. 3-4 കാര്യങ്ങൾ നമുക്ക് നിന്ന് കിട്ടി. ഒന്ന്, 20ന്റെ ഹദീസ് ലൈഫാണ്. എന്നാൽ വാഴക്കാട് സംവാദം നടന്നല്ലോ, വാഴക്കാട് കണ്ണന പ്രസംഗം അബ്ദുറഹ്മാൻ സലഫിയുമായിട്ട്. അന്ന് പേരോട് പൂങ്കാവനത്തിന് കൊടുത്ത അഭിമുഖത്തിലുള്ളത് റസൂലുള്ള 20 നിസ്കരിച്ച് സഹിയാണ് എന്ന നിലക്ക. അങ്ങനെ നബി 20 നിസ്കരിച്ചിട്ടുണ്ട് അയാൾ പറഞ്ഞത്. അത് ദുർബലമാണെന്നാ ഇവിടെ പറഞ്ഞത്. അത് ദുർബലമാകാനുള്ള ഒരു കാരണം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഈ ഹദീസിന്റെ എതിരാണ്. അവ രണ്ടും ഒരേ വിഷയത്തിലായാലെങ്കിൽ പരസ്പരം എതിരാണെന്ന് പറയുള്ളൂ. അപ്പൊ തറാവീഹിനെ പറ്റിയാണെന്നാണ് ആര് അംഗീകരിച്ചത്? ഫത്ഹുൽ ബാരിയുടെ കർത്താവ് ഇബ്നു അസ്കലാനി അംഗീകരിച്ചത്. പിന്നെ ഇദ്ദേഹം പറയാണ് റസൂൽ തറാവീഹ് പള്ളിയിലെച്ചൽ നിസ്കരിക്കുക. അതെങ്ങനെ ഭാര്യ കാണുക? തറാവീഹ് 3 ദിവസം മാത്രമേ നബി പള്ളി നിസ്കരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചത്. 3 ദിവസം നിസ്കരിച്ചു. 4ാമത്തെ ദിവസം ആള് വർദ്ധിച്ചപ്പോ നബി പറഞ്ഞു ഇനി ഞാൻ നിസ്കരിക്കാം. നബി പുറത്തേക്ക് വന്നില്ല. അപ്പൊ ആളുകളൊക്കെ കൂടി നിന്നിട്ട് എന്തേ നബി വരാത്തതിനെ പറ്റി നബി വിശദീകരിച്ചു കൊടുത്താൽ എന്താണെന്നറിയോ? ഈ നമസ്കാരം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെടുമെന്ന് ഞാൻ ഭയക്കുന്നു. എല്ലാരും പിന്നെ വീടുകളിൽ പോയി നിസ്കരിച്ചോളി എന്ന് പറഞ്ഞു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് നബി ആ നിർത്തിവെച്ചത്. നബിയും സഹാബത്തും ഒരു കാര്യം ചെയ്താൽ അത് അള്ളാഹു നിർബന്ധമാക്കുമെന്ന ഭയാണ്. റസൂൽ വഫാത്തായതോടുകൂടി ആ ഭയം നീങ്ങി. അതുകൊണ്ട് ഇനി അത് പള്ളികളിൽ ഒറ്റയും തെറ്റയുമായി നിസ്കരിക്കാം, ചെറിയ ചെറിയ ജമാഅത്തായി നിസ്കരിക്കാം, അത് വേണ്ട, അതൊരു ഇമാമിന്റെ കീഴിലാക്കാം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. അങ്ങനെയാണ് വീണ്ടും അത് പള്ളിയിലേക്ക് വന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിടുന്ന് തറാവീഹ് ആ ഒരു റമളാനിൽ 3 ദിവസം മാത്രം പള്ളി നിസ്കരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ വീട്ടിലല്ലേ. അപ്പൊ നബിന്റെ ഭാര്യമാരനല്ലേ അതറിയാ. ഇയാൾ ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചത് എന്താണ്? തറാവീഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലല്ലേ നിസ്കരിച്ചത്. അതെങ്ങനെ ആയിഷ ബീവി അറിയാൻ? ഒരു തവണയെ നിസ്കരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ തറാവീഹ് നിസ്കരിച്ച വീട്ടിൽ നിന്നാണ്. ഇതെല്ലാ ഹദീസ് അറിയുന്ന ആളുകൾക്കും അറിയുന്ന ഒരു സത്യമാണ്. അതുപോലും ഇയാൾ മൂടി വെച്ചിട്ടാണ് ഇവിടെ സംസാരിച്ചത്. പിന്നെ നിങ്ങളെ കാമിൽ സക്കാഫി ഒരു ബണ്ടൽ വിട്ടിട്ടുണ്ട്. അതെന്താണെന്നറിയോ? തറാവീഹ് 20 ആണെന്നതിൽ മുസ്ലിം ലോകത്ത് ഇജ്മാ ഉണ്ട്. ആ ഇജ്മാഇനെ എതിർക്കൽ ഹറാമാകുന്നു. തൊട്ടേനൊക്കെ ഇജ്മാ. എന്നാ കേട്ടോളൂ, ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഐക്യകണ്ഠ്യേനയുള്ള അഭിപ്രായം. മുസ്ലിം പണ്ഡിതന്മാർക്ക് അഭിപ്രായ ഭിന്നത ഇല്ലാത്ത വിഷയം. എന്നാ തറാവീഹിനെ സംബന്ധിച്ച് ഹനഫി മദ്ഹബുകാരനായ ഐനി അദ്ദേഹത്തിന്റെ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഉംദത്തുൽ കാരിയിൽ എഴുതുന്നു, വഖദ് ഇഖ്തലഫൽ ഉലമാഉ ഫിൽ അദദിൽ മുസ്തഹബ് ഫീ ഖിയാമി റമളാൻ അലാ അഖ്വാലിൻ കസീറാ. തറാവീഹിന്റെ കാര്യത്തിൽ അതിൽ ഏറ്റവും നല്ലത് എത്ര റക്അത്താണ് എന്ന കാര്യത്തിൽ ഇഖ്തലഫൽ ഉലമാഉ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. അലാ അഖ്വാലിൻ കസീറ, ധാരാളം ഖൗലുകളുണ്ട് അതിൽ. ഇയാൾ പറഞ്ഞതോ? ഇയാളുടെ ഒരു അഭിപ്രായ വ്യത്യാസമല്ല, ഇജ്മാഅാണ്. ഐനി പറഞ്ഞതോ? ഐനിയെക്കാളും വലിയ പണ്ഡിതനാണ് ഇയാള്. മാത്രമല്ല തൊട്ടടുത്ത വാചകത്തിൽ ഐനി പറയുന്നത് ഇമാം തുർമുദി തന്നെ അദ്ദേഹത്തിന്റെ സുനനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആദ്യകാലം മുതൽക്കേ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണിത്. അഭിപ്രായ വ്യത്യാസ വിഷയത്തെ കുറിച്ച് ഇജ്മാ ഉണ്ടെന്ന് ഇയാൾ കൊല്ലത്തിൽ എഴുതിയിട്ട് കാര്യമുണ്ടോ? ഇങ്ങനത്തെ പോയത്തക്കാരാണ് കാമിലി പട്ടോ കിട്ടിയിട്ട് പുറത്തു വരുന്നത് എന്ന് സാന്ദർഭികമായി നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂട്ടിയത് എത്ര റക്അത്തിനാ?
അത് 20-നാണെന്നാണ് ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഒരിക്കലുമല്ല. അമറ ഉമറു ഉബയ്യ ഇബ്നു കഅബിൻ വ തമീം അദ്ദാരിയ അൻ യഖൂമാ ബി 11 റകഅതൻ. 2 ഇമാമിങ്ങളെ തറാവീഹിന് വേണ്ടി ഉമർ ഖത്താബ് നിശ്ചയിച്ചു കൊടുത്തു. ഒന്ന് തമീം അദ്ദാരി, മറ്റൊന്ന് ഉബയ്യ ഇബ്നു കഅബ്. ആ 2 ഇമാമിങ്ങളോടും ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചത് 11 റകഅത്ത് നമസ്കരിക്കാനാണ്. ഇമാം മാലിക്കിന്റെ മുവത്തയിൽ അത് രേഖപ്പെടുത്തുന്നു സഹിയായ സനദോടുകൂടി. ഉമർ കൽപ്പിച്ചത് മാത്രല്ല, ഉമർ അള്ളാഹുവിന്റെ കാലത്ത് നിസ്കരിച്ചതോ അതും അതാ സഈദ് ബിൻ മൻസൂർ ഉദ്ധരിക്കുന്നു, സായിബ് ബിൻ യസീദിൽ നിന്ന് ഉദ്ധരിക്കുന്നു. കുന്നാ നഖൂമു ഫീ സമാനി ഉമർ ബിൻ അൽ ഖത്താബ് ബി 11 റകഅതൻ. ഞങ്ങൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നമസ്കരിച്ചിരുന്നത് 20 റകഅത്തല്ല, 11 റകഅത്തായിരുന്നു. കണ്ടോ? അപ്പൊ 20ആണോ ഉമർ റളിയല്ലാഹു കൽപ്പിച്ചതും അതുപോലെ അന്ന് ആ കാലഘട്ടത്തിൽ സഹാബികൾ നിസ്കരിച്ചതും 11 റകഅത്താണ്. ഇനി 4 മദ്ഹബിലും ഇജ്മാആണെന്ന ഇവരെ വാദം. ഇമാം മാലിക് എന്താ പറഞ്ഞത്? അല്ലദീ ജമഅ അലൈഹി الناس ഉമർ ബിൻ ഖത്താബ് അഹബ്ബു ഇലയ്യ. ഉമർ ഖത്താബ് ഏതൊരു റകഅത്തിന് വേണ്ടിയാണോ ആളുകൾ ഒരുമിച്ച് കൂട്ടിയത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വഹുവ 11 റകഅത്തൻ. അത് 11 റകഅത്താണ്. ഉമർ ഖത്താബ് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് 11 റകഅത്താണ്. വഹിയ സലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ തറാവീഹും 11ആണ്. ഖീല ലഹു. അപ്പോൾ ഇമാമിനോട് ചോദിക്കപ്പെട്ടു, 11 റകഅത്തൻ ബിൽ വിത്രി. 11 എന്നത് വിത്രും ചേർത്തിട്ടാണോ? ഖാല നഅം വ 13 ഖരീബ്. 13 എന്ന് പറയുന്നത് 11നോട് അടുത്തതാണ്. ഖാല ഇമാം അവറുകൾ പറഞ്ഞു, വലാ അദ്രി മിൻ ഐന വഹദിത ഹാദർ റുകൂഉൽ കസീർ. ഈ ധാരാളമായ റക്അത്തുകൾ എവിടെ നിന്നാണ് പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടതെന്ന് എനിക്കറിയുകയില്ല. മദീനയിലെ ഇമാമല്ലേ, ആയിരക്കണക്കിന് 10,000കണക്കിന് ഹദീസുകൾ പഠിച്ച ദേഹമല്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ പ്രശംസിക്കുന്ന ഇമാം മാലിക് ഇമാമു ദാരിൽ ഹിജ്റ അദ്ദേഹം പറയുന്നു, ഉമർ ഖത്താബ് ഒരുമിച്ച് കൂട്ടിയത് 11ആണ്, റസൂൽ നിസ്കരിച്ചത് 11ആണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എവിടെ നിന്നാണ് ഈ കൂടുതൽ റക്അത്തുകൾ പുതുതായി കടത്തിക്കൂട്ടപ്പെട്ടതെന്ന് എനിക്കറിയുകയില്ല. അപ്പൊ 4 മദ്ഹബിൽ ഇജ്മാ ഉണ്ടെന്ന് നിങ്ങളുടെ വാദം കള്ളവാദമല്ലേ? അപ്പൊ തറാവീഹിന്റെ കാര്യത്തിലൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഞങ്ങൾ കണ്ണന ഭയം കൂടാതെ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സഹാബത്തോ 11ലധികം നമസ്കരിച്ച, ചില റിപ്പോർട്ടിൽ 13 എന്ന് കാണും. അത് സഹാബികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇശാഇന്റെ സുന്നത്തോ സുബഹിന്റെ സുന്നത്തോ ആണ്. അത് ചേർത്തിട്ടാ പറഞ്ഞത്. അല്ലെങ്കിൽ തുടക്കത്തിൽ ഒരു 2 റകഅത്ത് ഉന്മേഷം ഉണ്ടാക്കാൻ വേണ്ടി എണീറ്റ് നമസ്കരിക്കും, അതാണ്. അത് 13ലപ്പുറമില്ല. അതുകൊണ്ട് അതല്ലാത്ത ഈ 20ന്റെ റിവായത്തുകളൊക്കെയും ദുർബലമാണ്. ഇവിടെ ദക്ഷിണക്കാര് ഒരു ഉത്തരേന്ത്യൻ പണ്ഡിതന്റെ ഒരു പുസ്തകം വിവർത്തനം ചെയ്തിട്ടുണ്ട്. വാറോലകളുടെ സമാഹാരം എന്ന് പറയുന്നതായിരിക്കും അതിന് ശരി. എന്തൊരു കരളുറപ്പാണ് ഇവർക്ക്. കള്ള ഹദീസുകൾ ഉച്ചരിക്കാൻ ഒരു സങ്കോചവുമില്ല. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലതബവ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും എന്റെ മേൽ കരുതിക്കൂട്ടി കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്. അത് കളവാണെന്ന് ഉറപ്പാകണമെന്നില്ല. മൻ ഹദ്ദത അന്നി ബിഹദീസിൻ യുറാ അന്നഹു കദിബുൻ. ആരെങ്കിലും എന്നിൽ നിന്നൊരു ഹദീസ് ഉദ്ധരിക്കുന്നു, പക്ഷേ അത് കളവാകാൻ സാധ്യതയുണ്ടെന്ന് അയാൾക്ക് തോന്നുന്നു. യുറാ എന്ന് പറഞ്ഞാൽ യദുന്ന് വിചാരിക്കുന്നു, ഉറപ്പൊന്നുമില്ല. എന്നാൽ പോലും ബഹു അഹദുൽ കാദിബൈൻ, അയാൾ 2 കള്ളന്മാരിൽ ഒരാളാണ്. 2 കള്ളന്മാരാരാ? ഒന്ന് ഈ ഹദീസ് കെട്ടിയുണ്ടാക്കിയ ഒന്നാമത്തെ കള്ളൻ, രണ്ടാമത്തെ കള്ളൻ അത് പ്രചരിപ്പിക്കുന്നവൻ. പുസ്തകം എഴുതി ഫലായിൽ കിതാബാക്കിയും കാസറ്റാക്കിയും ഒക്കെ പ്രചരിപ്പിക്കുന്നവൻ രണ്ടാമത്തെ കള്ളൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളവ് പറഞ്ഞാൽ അതിന്റെ ശിക്ഷ എന്താ? നരകം. റിസർവേഷൻ ചെയ്തു കഴിഞ്ഞു നരകം. എന്നിട്ടാണ് ഈ തറാവിയെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കള്ള ഹദീസുകൾ ഉദ്ധരിച്ച് പുസ്തകം ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ പേരോടും ഇതുപോലെയുള്ള മുസ്ലിയാക്കന്മാരൊക്കെ ഈ വിഷയത്തിൽ വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി സുഹൃത്തുക്കളെ, തൗഹീദിന്റെ കാര്യത്തില് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് സ്ഥാപിക്കാൻ വേണ്ടി ഇവിടെ ഹുസൈൻ സലഫി പ്രസംഗിച്ചപ്പോ പറഞ്ഞിരുന്നു, അള്ളാഹുവാണ് എല്ലാം കേൾക്കുന്നവൻ. അള്ളാഹുവാണ് എല്ലാം കേൾക്കുന്നെന്ന് പറഞ്ഞപ്പോ പേരോട് സഹിക്കുന്നില്ല. റസൂലും കേൾക്കൂലേ, മഹാന്മാര് കേൾക്കൂലേ, അള്ളാഹു മാത്രമാണ് എല്ലാം കേൾക്കുന്നത് എന്നാ നമ്മള് ശിർക്കിന്റെ ഹോൾസെയിലും റീറ്റെയിലും ആയ ബിസിനസ് മുടങ്ങൂലേ? അപ്പൊ ഇവർ ചാടി വീണ് അതിനെ എതിർക്കാണ്. ഇത് കേട്ടോളിയും. സലാം പറഞ്ഞാല് റസൂലുള്ള എവിടെ വെച്ചും കേൾക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടുന്ന് ആര് എപ്പോൾ വിളിച്ച് സലാം പറഞ്ഞാലും കേൾക്കും.
സലാം തമ്മിൽ കൂട്ടിമുട്ടൂല. ഒരേ സമയത്ത് എല്ലാവരും കൂടി വിളിച്ചാൽ റസൂൽ അറിയാതിരിക്കൂല. എല്ലാവർക്കും ഒരേ സമയത്ത് മടക്കുന്നതിന് അള്ളാന്റെ റസൂലിന് ഒരു പ്രശ്നവുമില്ല. ഇത് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച ഇനി നിങ്ങൾ മനസ്സിലാക്കുക. ഇതില്ലാതെ വെറ്റി തീർക്കാൻ വേണ്ടി മൗലവി പറയാണത് എല്ലാവരെയും കേൾക്കുന്നവനാണ് അള്ളാഹ്. അപ്പൊ എന്ത് വരണോ അതിൽ വരേണ്ടതെന്താ? അള്ളാഹ്ക്ക് മാത്രമേ എല്ലാവരെയും കേൾക്കാൻ കഴിയൂ. സ്വന്തത്തിൽ അള്ളാഹ്ക്കേ കഴിയൂ. അള്ളാഹ് കഴിവ് കൊടുത്തവർക്കും കഴിയും എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടുന്ന് വിളിച്ചു പറഞ്ഞാലും സലാം അടക്കുന്നതിന്റെ അർത്ഥം. ഇനി ഞാൻ പറയാം. ഒന്ന്. രണ്ടാമത് മുമ്പ് എന്താ പറഞ്ഞിരുന്നത്? അള്ളാഹിനെ പറ്റി പറയാണ്, ഒരിക്കലും മരിക്കാത്തവനായ അള്ളാഹ്. എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് തർക്കമില്ലട്ടോ, അള്ളാഹു തആലക്ക് മരണമില്ല. പക്ഷേ ഇയാൾ എന്തിനാ പറയുന്നത് അറിയോ? ഇത് പറയുന്നത് മനുഷ്യന്റെ ആത്മാവ്, ആ ആത്മാക്കളിലുള്ള മഹാത്മാക്കൾ, ആ മഹാത്മാക്കൾക്ക് നാശമുണ്ടോ? ഒരാൾ മരിച്ചാൽ ആത്മാവ് നശിക്കുമോ? ആ ആത്മാവിന് ഒരിക്കലും നാശമില്ല. അള്ളാഹു നശിപ്പിക്കൂല. നിങ്ങൾ മനസ്സിലാക്കുക. ആത്മാവ് ഒരിക്കലും നശിക്കൂല. ആത്മാവിന് ശരീരത്തെക്കാൾ പവറുണ്ട്. ആത്മാവിന് ശരീരത്തെക്കാൾ ശക്തിയുണ്ട്. ആത്മാവിന് കേൾവിയുണ്ട്. ആത്മാവിന് കാഴ്ചയുണ്ട്. ആത്മാവിന് പല കഴിവുകളും ഉണ്ട്. തർക്കമില്ല. ഖുർആൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് സർവ്വജനങ്ങളെയും പുറത്തു കൊണ്ടുവന്ന് അല്ലാഹു ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ശഹീദിനാ. ശരീരമില്ലാതെ തന്നെ കേട്ടു, ശരീരമില്ലാതെ പറഞ്ഞു, ശരീരമില്ലാതെ മറുപടി പറഞ്ഞു, കണ്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 4000 കൊല്ലം മുമ്പ് വിളിച്ചു, ശരീരം ഇല്ല പക്ഷേ കേട്ടു. അതിനുത്തരം ചെയ്തിപ്പോൾ ശരീരവും എടുത്തു പോകുന്നു. ആകയാൽ ശരീരം ഇല്ലാതെ തന്നെ ആത്മാവിന് കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്, ശക്തിയുണ്ട്. ആത്മാവിന് മരണമില്ല. അപ്പോൾ അമ്പിയാക്കൾ, ഔലിയാക്കൾ അവരെ ഇപ്പോൾ വിളിച്ചിട്ട് കാര്യമില്ലെന്ന് വരാനാണ് മൗലവി പറഞ്ഞു വരുന്നത്. അല്ലാതെ അള്ളാഹു എന്നും ഹയാത്തുള്ളവനാണെന്നതിൽ ആർക്കാണ് തർക്കം? ശരി സഹോദരന്മാരെ, അതിന്റെ ഇടയ്ക്ക് മൗലവി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്താണത്? നിങ്ങൾ മനസ്സിലാക്കണം. എന്താണത്? അള്ളാഹുവിന് ഉറങ്ങുന്ന കണ്ണില്ല. അള്ളാഹ്ക്ക് ഉറങ്ങുന്ന കണ്ണില്ല. എന്നാലോ അള്ളാഹ്ക്ക് കണ്ണുണ്ട്. അതൊന്ന് കേട്ടോളി. മൂപ്പര പ്രസംഗത്തിന്റെ ഇടയ്ക്ക് കബളിപ്പിക്കുന്നത് ചോദിച്ചോട്ടെ. എല്ലാവരെയും കേൾക്കുന്ന, എല്ലാവരെയും കാണുന്ന, ഒരു സമയത്ത് പോലും ക്ഷീണം അനുഭവപ്പെടാതെ എല്ലാ സന്ദർഭങ്ങളിലും ലോകത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന, കണ്ണുകൾക്ക് മയക്കം ബാധിക്കാത്ത, കണ്ണുകൾക്ക് ഉറക്കം ബാധിക്കാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, ഒരിക്കലും മരിച്ചു പോകാത്ത നാഥനായ റബ്ബില്ലേ. കണ്ടില്ലേ? കണ്ണിന് മയക്കം ബാധിക്കാത്ത റബ്ബ്. ഇതിന്റെ ഉള്ളിൽ കൂടെ വ്യക്തിത്വം എന്താണ്? അല്ല കണ്ണുകൊണ്ട് കാണുന്നവനാണ്. ഓ അള്ളാഹുവിന് കണ്ണിന്റെ ആവശ്യമുണ്ടോ കാണാൻ? അള്ളാഹുവിന് കാതിന്റെ ആവശ്യമുണ്ടോ കേൾക്കാൻ? അള്ളാഹുവിന് പിടിക്കാൻ കയ്യിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ടെന്ന് വിശ്വസിപ്പിക്കാനല്ലേ നിങ്ങൾ ഇത് കടത്തിക്കൂട്ടിയത്? അള്ളാഹ്ക്ക് അവയവങ്ങളില്ല എന്നത് ലോക മുസ്ലിമീങ്ങളുടെ വിശ്വാസമല്ലേ? അപ്പൊ അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ പാടില്ല. ആത്മാവും എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണെന്ന് പറയണം. ആത്മാക്കളുടെ മഹാത്മാക്കൾ ഒരിക്കലും മരിക്കൂല എന്ന് പറയണം. അപ്പൊ അള്ളാഹിനെ പോലെ തന്നെ മഹാത്മാക്കളും. ഇവിടെ ഇറക്കിയൊരു നോട്ടീസ് ഉണ്ട്. ഇതാ കണ്ടോ? ആണ്ട് നേർച്ചയും ദ്വാ സമ്മേളനവും 2009 മാർച്ച് 30 മുതൽ ഏപ്രിൽ 2 വരെ മുനീറുൽ ഇസ്ലാം മസ്ജിദ് അങ്കണം, തെറ്റിക്കുഴി, പള്ളിശ്ശേരി. ആരൊക്കെയാതുള്ളതെന്ന് അറിയങ്ങള്? നമ്മളെ PA മുഹമ്മദ് ഫാറൂഖ് നഈമി. ദ്വാ സമ്മേളനം ഏരൂർ ശംസുദ്ദീൻ മദനി നേതൃത്വം നൽകുന്നു. ഇതിലെന്താ പറയുന്നറിയോ? എന്നാൽ ദൈവതുല്യമായ അറിവുകളും കഴിവുകളും ദൈവത്തിന്റെ ഇഷ്ടദാസന്മാർക്കും ഉണ്ടെന്നും അവർക്കത് സ്വതന്ത്രമായി എടുത്തുപയോഗിക്കാമെന്നും കാണിച്ചു തന്ന ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു. അങ്ങനെ എവിടെ അദ്ദേഹം പറഞ്ഞത്? ദൈവതുല്യമായ കഴിവും അറിവും ദൈവത്തിന്റെ ഇഷ്ടദാസന്മാർക്കുണ്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലാത്തത് പറയാ സുഹൃത്തുക്കളെ. അങ്ങനെ ശൈഖ് മുഹിയുദ്ദീൻ എവിടെയും പറഞ്ഞിട്ടില്ല. അത് സ്വതന്ത്രമായി എടുത്തുപയോഗിക്കാം. ദൈവതുല്യമായ കഴിവുണ്ടെന്ന് മാത്രല്ല, ആ കഴിവ് സ്വതന്ത്രമായിട്ട്, സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ പെർമിഷൻ ഒന്നും വേണ്ട, അങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിക്കാൻ. ഇവിടെ ഇയാൾ പറഞ്ഞത് എന്താ? എല്ലാം കേൾക്കുന്നവൻ എന്ന് അള്ളാനെ പറ്റി പറഞ്ഞാൽ സ്വന്തം നിലക്ക് കേൾക്കുന്ന അള്ള മാത്രമാണ്.
മുഹമ്മദ് നബി എല്ലാം കേൾക്കും, പക്ഷെ അത് അള്ളാഹ് കൊടുത്ത കൈകൊണ്ടാ കേൾക്കുന്നത്. അതുകൊണ്ട് അള്ളാഹ് മാത്രമായി എല്ലാം കേൾക്കുന്നെന്ന് പറയാൻ പാടില്ല. അള്ളാഹ്ക്ക് തുല്യനായി വേറെയും കുറെ ആളുകളുണ്ട്. എന്താ മുസ്ലിയാരെ നിങ്ങളെ തൗഹീദ്? എന്താണ് നിങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം? അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് പറയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ മഹത്തായ കഴിവുകളെ മുഴുവനും നിങ്ങൾ തള്ളിപ്പറയല്ലേ? അള്ളാഹുവിന്റെ റസൂല് ആര് എവിടെ വെച്ച് എപ്പോൾ സലാം പറഞ്ഞാലും ആ സലാം ഒക്കെ കേൾക്കും. എന്താ തെളിവ്? ഇയാളെ തൊള്ള. സഹിയായ ഒറ്റ ഹദീസിലതില്ല. സലാമിനെ പറ്റി നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതും ഹദീസിലുള്ളത് ഇന്നലില്ലാഹി മലായികതൻ സയ്യാഹീന യുബല്ലിഗുനി അൻ ഉമ്മത്തി അസ്സലാം. അല്ലാഹുവിന് ഭൂമിയുടെ നാനാഭാഗത്തും ചുറ്റി നടക്കുന്ന ചില പ്രത്യേക മലക്കുകളുണ്ട്. ആ മലക്കുകൾ എന്റെ ഉമ്മത്ത് എനിക്ക് ചൊല്ലുന്ന സലാം എനിക്ക് എത്തിക്കുന്നതാണ്. നബി ഡയറക്റ്റ് കേൾക്കുന്നുണ്ട്, എത്തിക്കാൻ മലക്കുകൾ ഏർപ്പാട് ചെയ്യണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തൻ സമീഅതു എന്ന് ദുർബലമായ തെളിവിന് കൊള്ളാത്ത ചില റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ട് ഒരിക്കലും തന്നെ റസൂലിലേക്ക് ചേർത്തി പറയാൻ പോലും പാടില്ലാത്ത ദുർബലമായ റിപ്പോർട്ടുകളാണ് സഹിയായ ഹദീസിലുള്ളത്. ഇത് ഗൈബിയായ വിഷയമാണ്. ഖുർആൻ കൊണ്ടോ സഹിയായ ഹദീസ് കൊണ്ടോ മാത്രം സ്ഥിരപ്പെടുന്ന വിഷയമാണ്. നമുക്ക് ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ പറ്റിയ വിഷയമല്ല. സലാം അള്ളാഹുവിന്റെ മലക്കുകൾ റസൂലുള്ളാഹിക്ക് എത്തിച്ചു കൊടുക്കും. ഇനി സ്വലാത്തോ വസല്ലു അലയ്യ ഹൈതുമാ കുന്തും ഫഇന്ന സ്വലാത്തകും തബ്ലുഗ്നി. നിങ്ങൾ എവിടെ വെച്ചും എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ, നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് എത്തും. ഇയാൾ പറയാണ് ലോകത്തിന്റെ ഏത് ഭാഗത്ത് എപ്പ സലാം പറഞ്ഞാലും നബി കേൾക്കും. പിന്നെ എന്തിനാ ഞങ്ങൾ ഹജ്ജിന് ഓണോലേക്ക് കൊടുത്തയക്കണത്? അബക്കറുട്ടിയെ എന്റെ ഒരു സലാം അവിടെ മദീനത്ത് കൊടുക്കണട്ടോ. ആയിഷമ്മോ എന്റെ ഒരു സലാം അവിടെ മദീനത്ത് കൊടുക്കണട്ടോ. എന്നിട്ട് ഒരുപാട് ആളുകളെ സലാമും പേറിയിട്ടാണ് റസൂലുള്ളാഹിന്റെ അവിടെ സലാം പറയാൻ വേണ്ടി ആളുകൾ വരുന്നത്. സലാമിന്റെ ചാക്ക് അവിടെ കൊണ്ടുപോയി ചെരിയാൻ. എല്ലാ നിസ്കാരത്തിലും നമ്മൾ സലാം പറയുന്നുണ്ട്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. അതാരാ കൊണ്ടേ കൊടുക്കണത്? അതങ്ങ് എത്തുന്നില്ലേ? ഹജ്ജിന് പോകാത്തിടത്തോളം കാലം ഇവിടെ നൂറ്റാണ്ടുകളായി ചെല്ലിയ സലാമൊക്കെ അവിടെ ബാക്കിയാ. ഓരോ മഹലിൽ നിന്നും ഓരോ മഹലിൽ നിന്നും ഓരോ കൊല്ലം പോണ്ടേ? ആ മഹലിലത്തെ സലാം കൊണ്ടേ കൊടുക്കാം. എന്നിട്ട് എല്ലാ മഹല്ലേരൊക്കെ സലാം ശേഖരിച്ചിട്ട് മഹല്ലേര് ടിക്കറ്റ് എടുത്തിട്ട് അയക്കുക. എന്തിനാ പോണത്? ഈ മഹല്ലിയുടെ സലാം കൊണ്ടേ കൊടുക്കാം. മറ്റോ പോണതോ അത് ആ മഹല്ലിലെ സലാം കൊണ്ടേ കൊടുക്കാം. അങ്ങനെ ഏർപ്പാടുണ്ടോ പൗരാണിക മുസ്ലിം സമൂഹത്തില്? അപ്പൊ നിങ്ങൾ പറഞ്ഞത് വൈരുദ്ധ്യം വന്നില്ലേ? ഡയറക്റ്റ് കേൾക്കാളി പിന്നെ എന്തിനാ കൊടുത്തയക്കുന്നത് ഹജ്ജിന് പോകുന്നതിനടുത്ത്? അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനല്ല. സലാം ചൊല്ലിയാൽ ആ സലാം റസൂലുള്ളാഹിക്ക് എത്തിക്കാൻ പ്രത്യേകം മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. എവിടുന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ആ വിളികളൊക്കെ കേൾക്കാന്നുള്ളത് അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ഈസ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്, ഉസൈർ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന യഹൂദികളുണ്ട്, ഇബ്രാഹിം നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മക്ക മുശ്രിക്കുകളുണ്ട്, ഇസ്മായിൽ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അബൂജഹൽ അടക്കമുള്ളവരുണ്ട്. അവരോടൊക്കെ ഖുർആൻ പറഞ്ഞു, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും. നിങ്ങൾ അവരെയൊക്കെ വിളിച്ചു തേടിയാൽ അവരാരും നിങ്ങളെ പ്രാർത്ഥന കേൾക്കുന്നതല്ല. വലൗ സമിഉ മസ്തജാബു ലക്കും. ഇനി കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ പേരോടും കൂട്ടരും പറയില്ല അള്ളാഹ്ക്ക് ഒരു സംശയം കേൾക്കൂലേ. അള്ളാഹ്ക്ക് സംശയമായിട്ടല്ല, നിങ്ങളെപ്പോലത്തെ ചില ആള് മരിച്ചോല് കേൾക്കുന്ന ഇങ്ങനെ നൊണ്ടിന്യായം പറഞ്ഞു വരും. നൊണ്ടിന്യായം പറഞ്ഞ് സ്ഥാപിച്ചിട്ട് കാര്യമല്ല. 1000 വട്ടം മയ്യത്ത് കേട്ടിട്ടും കാര്യമല്ല. ഒരു വട്ടം പോലും ഉത്തരം പറയാൻ കഴിയില്ല. അതാണ് ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഈ ചെയ്ത ശിർക്കിനെ ആ മഹാന്മാർ തന്നെ തള്ളിപ്പറയുന്നതാണ്, നിഷേധിക്കുന്നതാണ്. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹുവിനെ പോലെ ആ പരലോകത്ത് നടക്കുന്ന കാര്യം മുൻകൂട്ടി നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. സൂറത്ത് ഫാത്തിറിലെ വളരെ വ്യക്തമായ വചനം. അല്ലാഹു ഒരാൾക്കും അങ്ങനെ എവിടുന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ആ വിളികളൊക്കെ കേൾക്കാനുള്ള കഴിവ് ലോകത്തൊരാൾക്കും കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല എന്ന് ഈ ആയത്ത് വളരെ വ്യക്തമായി നമ്മൾ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ശിർക്കിന് തെളിവുണ്ടാക്കാൻ വേണ്ടി മുസ്ലിയാർ പറയാണ്, ആത്മാവ് കേൾക്കും, ആത്മാവ് അറിയും, ആത്മാവ് മറുപടി പറയും. എന്താ തെളിവ്? ആലമുൽ അർവാഹിൽ വെച്ച് ആത്മാക്കളുടെ ലോകത്ത് വെച്ച് നടന്നൊരു സംഭവം പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അതെന്താണ്? ആദമിന്റെ മുതുകിൽ നിന്നും എല്ലാ ആത്മാക്കളെയും പുറത്തിറക്കിക്കൊണ്ട് അല്ലാഹു ആത്മാക്കളോടൊക്കെ ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? അപ്പൊ ആത്മാക്കൾ മുഴുവൻ സമ്മതിച്ചു. ഖാലൂ ബലാ, അതേ നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവ്. അത് ഉദ്ധരിച്ചിട്ട് ഇയാൾ പറയാണ്, കണ്ടോ, ശരീരല്ലാതെ ആത്മാക്കൾ കേട്ടു, ശരീരല്ലാതെ മറുപടിയും പറഞ്ഞു. പക്ഷെ വിളിച്ചത് പേരോടല്ല, അള്ളാഹുവാണ്. അത് വിട്ടുപോയി.
അല്ലേ മലക്ക് ആത്മാക്കളെ വിളിച്ചത്, അല്ലേ ചോദിച്ചത് അലസ്തു ബിറബ്ബിക്കുന്ന്, അപ്പൊ മറുപടി കൊടുത്തത്. അള്ളാഹു ആത്മാക്കളെ വിളിച്ചാൽ കേൾക്കോ? മറുപടി ഓരോന്നുള്ളത് തർക്കാണോ? ജീവിച്ചിരിക്കുന്ന നമ്മള് ആത്മാക്കളെ വിളിക്കാൻ പറ്റുമോ? വിളിക്കൽ മാതൃകയുണ്ടോ? അവര് കേൾക്കോ? അവർ ഉത്തരം ചെയ്തല്ലേ തർക്കം. ചില മുസ്യാക്കന്മാര് പറയും മരിച്ചോലി കേൾക്കൂല, മരിച്ചോലി കേൾക്കൂല എന്ന് മൗലവിമാര് പറയും. അങ്ങനെയാണെങ്കിൽ മുൻകറുണ്ടെ കീറും വന്നിട്ട് മന്ത്രം ബുക്കാന്ന് ചോദിച്ചാൽ കേൾക്കുവോ? അത് തർക്കമുള്ള കാര്യ. മലക്കുകൾ മയ്യത്തിനോട് ചോദിച്ചാൽ മുൻകർ നക്കീർ വന്നിട്ട് ചോദിച്ചാൽ കേൾക്കുവല്ലേ? നല്ല തർക്കം. ഖബറിന്റെ പുറത്തുള്ള ജീവിച്ചിരിക്കുന്ന നമ്മളെ ബർസഖി ലോകത്തേക്ക് നീങ്ങിയ അവരെ വിളിച്ചാൽ കേൾക്കുവോ? അതല്ലേ തർക്കം. ബർസഖി എന്ന് പറഞ്ഞാൽ തന്നെ മറ എന്നാണ് അർത്ഥം. ആ ലോകത്തുള്ളവർക്ക് ഇങ്ങോട്ടോ ഈ ലോകത്തുള്ളവർക്ക് അങ്ങോട്ടോ ബന്ധപ്പെടാൻ കഴിയാത്ത ശക്തമായ മറ. അതാണ് തർക്കം. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരോട് പ്രാർത്ഥിച്ചാൽ കേൾക്കുമല്ലേ എന്നാണ്. അല്ലാതെ മുൻകർ നക്കീർ ചോദിച്ചാൽ കേൾക്കോ, അല്ല വിളിച്ചാൽ കേൾക്കോ എന്നല്ല തർക്കം. വിഷയം കൂട്ടിക്കൊയക്കാൻ ഇത് യഹൂദി പണ്ഡിതന്മാരുടെ സ്വഭാവമാണ്. ലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാതിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. നിങ്ങൾ സത്യവും അസത്യവും കൂട്ടിക്കലർത്തല്ല കേട്ടോ. എന്തിനാ ഇങ്ങനെ കൂട്ടിക്കലർത്തുന്നത്? സത്യത്തെ മൂടിവെക്കാൻ. സത്യത്തെ മൂടിവെക്കാൻ വേണ്ടി യഹൂദി പണ്ഡിതന്മാര് ചെയ്തിരുന്ന പണിയാണിത്. ചില സത്യങ്ങളെ പറഞ്ഞിട്ട് അതിനെ വലിച്ചു നീട്ടിയിട്ട് അസത്യം അതിനോടുകൂടി ന്യായീകരിക്കുക, സത്യത്തെ മൂടിവെക്കുക, സത്യവും അസത്യവും കൂട്ടിക്കലർത്തുക. അതാണ് പേരോട് മുസ്യാർ ഇവിടെ ചെയ്തിട്ടുള്ളത്. വേറെയും ഒന്ന് പറയുന്നുണ്ട് ഇയാള്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണ്ട് കഅബ പുനർനിർമ്മിച്ച ശേഷം അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസി ഫിൽ ഹജ്ജി, നീ ഹജ്ജിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ വിളംബരപ്പെടുത്തുക. അവർ നടന്നു വരുന്നവരായിക്കൊണ്ടും മെലിഞ്ഞൊട്ടി ഒട്ടകങ്ങളെ പുറത്തായിക്കൊണ്ടും നിന്റെ അടുക്കൽ വരും. എല്ലാ മുക്കുമൂലകളും നിന്റെ അടുക്കൽ വരും. അപ്പോൾ ഇബ്രാഹിം നബി ചോദിച്ചു, പടച്ചവനെ, ഞാൻ ഇവിടെ നിന്ന് വിളംബരപ്പെടുത്തിയാൽ അത് ആളുകൾ എങ്ങനെ കേൾക്കും? നീ വിളംബരപ്പെടുത്തിക്കോ, അത് ഞാൻ എത്തിച്ചു കൊള്ളാം എന്ന് അല്ലാഹു പറഞ്ഞു. അപ്പൊ ഇയാൾ പറയാണ്, ഇബ്രാഹിം നബിയുടെ ഹജ്ജിനുള്ള വിളി നമ്മളെല്ലാരും കേട്ടിട്ടില്ലേ? നമ്മൾ ഇബ്രാഹിം നബിന്റെ വിളി എങ്ങനെയാ കേട്ടത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന അമ്പിയാക്കളിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ ഹജ്ജിനെ കുറിച്ച് അറിഞ്ഞു. അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നല്ലാഹ കതബ അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു, അല്ലാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, അതിനാൽ നിങ്ങൾ ഹജ്ജ് ചെയ്യണം. അപ്പൊ നമ്മൾ കേട്ടു ഹജ്ജ് നിർബന്ധാണ്. അല്ലാതെ ജനിക്കുമ്പോ തന്നെ അത് കേട്ട് വളർന്നോലാണെങ്കിൽ പിന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് നമ്മളാരും കേട്ടിട്ടില്ല. അള്ളാഹു എത്തിച്ചു. എങ്ങനെ എത്തിച്ചു? അള്ളാഹു അവന്റേതായ മാർഗത്തിൽ എത്തിച്ചു. പിന്നീട് വന്ന അമ്പിയാക്കളിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ എത്തിച്ചു. ആ അമ്പിയാക്കളിൽ അവസാനത്തെ നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വേദഗ്രന്ഥ അവസാനത്തെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതിലൂടെ നമ്മൾ കേട്ടു ഇബ്രാഹിം നബിയാണ് കഅബ നിർമ്മിച്ചത്, അദ്ദേഹമാണ് ഹജ്ജിന് ആളെ ക്ഷണിച്ചത്. ആ വിളിയാളമാണ് അമ്പിയാക്കളിലൂടെ മുഹമ്മദ് നബിയിലൂടെ നമ്മൾ കേട്ടത്. ഇയാൾ എന്തിനാന്നൊക്കെ പറയുന്നത്? മരിച്ചോലി കേൾക്കും എന്ന് സ്ഥാപിച്ചിട്ട് കാര്യമില്ല. 1000 വട്ടം കേട്ടാലും ഒരിക്കൽ പോലും ഉത്തരം ചെയ്യാൻ അവർക്ക് സാധ്യമല്ല എന്നാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി സുഹൃത്തുക്കളെ, ഹുസൈൻ സലഫി പറഞ്ഞിരുന്നു, ഉമ്മാനെയും ബാപ്പാനെയും പൂർവിക തലമുറയും കണ്ണടച്ചണ്ട് അനുകരിച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ പിന്നെന്തിനാ ഞങ്ങൾ മദ്രസ നടത്തണേ? മദ്രസയിൽ പോയിട്ട് ഒന്നും പഠിക്കാമല്ലോ. ഉമ്മ പറഞ്ഞത് ഉമ്മാന്റെ ഉമ്മ പറഞ്ഞു, ഉപ്പ പറഞ്ഞു ഉപ്പാന്റെ പറഞ്ഞു, അങ്ങനെ കേട്ട് പഠിച്ചു പോയാ പോരേ. അനി ഇയാള് പറയാണ് മദ്രസയിൽ പോകണ്ടെന്നാണ് ഇയാള് പറയുന്നത്. നോക്കൂ നിങ്ങൾ മുസ്ലിമീങ്ങളെ, എന്താണ് മുസ്ലിമീങ്ങളെ ഒരു വിളി? സുബ്ഹാനല്ലാഹ് തന്നെ പറയും ഇടക്ക്. എന്തോ വലിയ അപകടം പറ്റിയ മാതിരി സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊക്കെ അങ്ങ് പറയാ. വാസ്തവത്തിൽ എന്താ, പാരമ്പര്യം പിൻപറ്റുകയാണെങ്കിൽ പിന്നെ പഠനത്തിന്റെ ആവശ്യമുണ്ടോ? ഉമ്മ മക്കൾക്ക് പഠിപ്പിക്കുന്നു, മക്കൾ മക്കളെ മക്കൾക്ക് പഠിപ്പിക്കുന്നു, അങ്ങനെ തലമുറയായി പഠിപ്പിച്ചു പോയാൽ പോരെ? അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എന്നിട്ട് ഇയാൾ പറയാണ്, ഞങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കണത്, പഠിക്കാൻ പോകുന്നതും പഠിക്കാൻ കുട്ടികളെ അയക്കുന്നതും ഞങ്ങളെ ഉമ്മയും ബാപ്പയും ഒക്കെ പരമ്പരാഗതമായി എന്താണോ പഠിച്ചത് അത് മനസ്സിലാക്കാനാണ്. അപ്പോഴും പഠിക്കണം. ബാപ്പാനും ഉമ്മാനെയും കണ്ണടച്ച് അനുകരിക്കാന്ന് മൂപ്പർക്ക് തെളിയിക്കാൻ കഴിയുന്നില്ല. അപ്പൊ വളഞ്ഞു തിരിഞ്ഞ് പറയാണ്, ബാപ്പയും ഉമ്മയും പരമ്പരാഗതമായി എന്തോ പഠിച്ച അതാണ്. നിങ്ങൾ മദ്രസയിൽ പോണത് ബാപ്പയും ഉമ്മയും പഠിച്ചതിന് എതിര് പഠിക്കാനാണോ എന്ന് നമ്മളോട് ചോദ്യം. ഞങ്ങൾ ബാപ്പയും ഉമ്മയും പഠിച്ചതിന് എതിര് പഠിക്കാനല്ല. ചിലപ്പോ എതിരും ഉണ്ടാകും. ബാപ്പയും ഉമ്മയും നിങ്ങളെ ഉസ്താദന്മാരത്ത് പഠിച്ചാണെങ്കിൽ മക്കളായ ഞങ്ങൾ പഠിക്കുമ്പോൾ ബാപ്പയും ഉമ്മയും പഠിപ്പിച്ചതിന് എതിരുണ്ടാവും. സ്വാഭാവികല്ലേ? കാരണം ബാപ്പാന്റെ ഉമ്മാന്റെ ഉസ്താദന്മാർ നിങ്ങളെ ഉസ്താദന്മാരല്ലേ. ഈ ശിർക്കും കുഫറും ബിദ്അത്തും ഇസ്ലാമിൽ കുത്തിച്ചെലുത്തുന്ന മതം കൊണ്ട് ഉദരപൂരണം നടത്തുന്ന നിങ്ങളെ ആളുകളാണോ വാപ്പാനിമാനി പഠിപ്പിച്ചത്? എങ്കിൽ ഞങ്ങൾ പഠിക്കുന്ന അവർക്ക് എതിരുണ്ടാവും ചിലപ്പോ. കാരണം ഞങ്ങളോട് അല്ലാഹു പറഞ്ഞത് എന്താണ്? മാതാപിതാക്കൾ അനുസരിക്കണമെന്ന് പറഞ്ഞ ആയത്തിൽ തന്നെ വത്തബി സബീല മൻ അനാബ ഇലയ്യ, നീ മാതാപിതാക്കളെ മാർഗം മുറുക്കെ പിടിച്ചോന്നല്ല, എന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയവരെ മാർഗം നീ പിൻപറ്റിക്കോ.
അതാ ഞങ്ങളോടുള്ള കൽപ്പന. മാതാപിതാക്കൾ ചെയ്യുന്ന ശരിയൊക്കെ എന്തോ അത് സ്വീകരിക്കണം. അവർ തെറ്റ് ചെയ്താലോ, വാപ്പ കള്ളുടിച്ചു അതുകൊണ്ടാണ് ഞാൻ കുടിച്ചത്, എന്താടോ നീ കഞ്ചാവ് വലിക്കുന്നത്, എന്റെ ഉപ്പ വലിച്ചതുകൊണ്ടാണ്, പടച്ചോന്റെ രക്ഷ കിട്ടോ, കെട്ടുകയില്ല. ഇങ്ങനെയുള്ളൊരു പാരമ്പര്യവാദം ഇസ്ലാമിലില്ല. എന്തിനാ ഇയാൾ ഇതൊക്കെ പറയുന്നതെന്നറിയോ? മുസ്ലിമീങ്ങൾക്കിടയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേരോട്ടം ഉണ്ടാകുമ്പോ, ചെറുപ്പക്കാർ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടുമ്പോ അവരെ തടഞ്ഞു നിർത്താൻ പണ്ട് മുതൽക്കേ സ്വീകരിച്ചു വരുന്ന ഒരു അടവാണ്. എടോ നീ ഇപ്പൊ വലിയ സെലഫിയും വഹാബിയൊക്കെ, നിന്റെ വാപ്പില്ലടാ ഇവിടെ ജാറത്തിൽ വിളക്കുളത്തിയുന്നത്, നിന്റെ വാപ്പില്ലടാ ഇവിടെ മരിച്ചവിടെ തോതിയിരുന്നത്, നിന്റെ വാപ്പില്ലടാ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ വിളിച്ചു പറഞ്ഞു കൊടുത്തിരുന്നത്, ആ ആസിനോദ്യ പൈസ കൊണ്ടല്ലടാ നിങ്ങൾ ജീവിച്ചത്, നീയൊക്കെ ഇത്ര തടിച്ചത്. അവരൊക്കെ നരകത്തിലാണോ? യെസ് ഓർ നോ ഇപ്പൊ പറയണം. അങ്ങനെ ചെറുപ്പക്കാരെ ബേജാറാക്കുക. ഉപ്പ കാഫറാണ്. മാത്രമല്ല ഈ അടുത്തൊരു സക്കാഫി ഇയാളുടെ കൂടാരത്ത് മർക്കസ് കൂടാരത്ത് നൽകിയ സക്കാഫി എന്താ പറഞ്ഞറിയോ? നിങ്ങൾ മുജാഹിദ് ആകണമെങ്കിൽ നിങ്ങൾ ഉമ്മയെ തള്ളിപ്പറയണം, ഉമ്മയുടെ ഉമ്മയെ തള്ളിപ്പറയണം, ഉപ്പയെ തള്ളിപ്പറയണം, ഉപ്പയുടെ ഉപ്പയെ തള്ളിപ്പറയണം എന്നല്ല. മുസ്ലിം ഖബർസ്ഥാനിൽ മറമാടപ്പെട്ട മുഴുവൻ മുസ്ലിമീങ്ങളും കാഫിറാണെന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് മുസ്ലിം ആകാൻ പറ്റൂ. പറയുന്ന കേട്ടാത്തോന്ന മുജാഹിദ് ആകണമെങ്കിൽ ആദ്യങ്ങൾ മുജാഹിദ് പ്രസ്ഥാന അനുഭാവിയാണോ? ശരി, എന്നാ ഒന്നെടുത്ത് വരും. ഒന്നെടുത്തു. എല്ലാവരും വന്നില്ലേ? വന്നു. എന്നാ പറയും മഗാഫിർ മഗാഫിർ, മാമ ഗാഫിർ മാമ ഗാഫിർ, ഉപ്പ ഗാഫിർ ഉപ്പ ഗാഫിർ, ഉപ്പാന്റെ ഉപ്പ ഗാഫിർ. ഇങ്ങനെ ചൊല്ലിച്ചിട്ടാ മുജാഹിദാക്കല്. എന്തിനാ സഖാഫിമാര് ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഞങ്ങൾ പറയലെന്താ? റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഞങ്ങളുടെ നാഥാ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ, സത്യവിശ്വാസം കൊണ്ട് ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ കഴിഞ്ഞ തലമുറക്കും നീ പൊറുത്തു കൊടുക്കണേ. ഒരു തലമുറയോടും ഞങ്ങളുടെ മനസ്സിലൊരു വെറുപ്പ് നീ ഉണ്ടാക്കല്ലേ. ഞങ്ങൾക്ക് ഖുറാഫാത്തിൽ ജീവിച്ച് മരിച്ച ഉമ്മാനോടും ഉപ്പാനോടും വെറുപ്പില്ല, സഹതാപമാണുള്ളത്. ഓ, എന്റെ ഉമ്മയൊക്കെ ഈ മുസ്ലിയാക്കന്മാരെ വയന്ന് കേട്ടിട്ട് എത്രയാണ് ആ ജാറത്ത് കൊണ്ടുപോയി കൊടുത്തത്, എന്റെ ഉപ്പയൊക്കെ ഈ മുസ്ലിയാക്കന്മാരെ വയന്ന് കേട്ടിട്ട് മൗലൂദിന് വേണ്ടി എത്രയാ ചെലവഴിച്ചത്, എന്റെ ഉപ്പയൊക്കെ ആ ജാറത്തിലേക്ക് എത്രയാ കൊടുത്തത്. അള്ളാഹു പൊറുത്തു കൊടുക്കട്ടെ ഈ മുസ്ലിയാക്കന്മാരെ ഷെറിൽ നിന്ന്, അടുത്ത തലമുറയെങ്കിലും അള്ളാഹു കാക്കട്ടെ. അതാ ഞങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലാതെ ഉമ്മ ഗാഫർ, ഉമ്മാന്റെ ഉമ്മ ഗാഫർ, ഉപ്പ ഗാഫർ, ഉപ്പാന്റെ ഉപ്പ ഗാഫർ എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയോ അത് ചൊല്ലിപ്പടിക്കുകയോ ചെയ്യുന്നവരല്ല ഞങ്ങൾ. ഈ പാരമ്പര്യവാദം എവിടെയാ എത്തുക? പറയുന്നത് കേട്ടാ തോന്നും അള്ളാന്റെ അടുത്ത് ചെന്ന അള്ള നമ്മളെ വിചാരണ ചെയ്യുന്നത്. സക്കരിയ ഇങ്ങോട്ട് മാറി നിൽക്ക്. എന്താ പഠിച്ചോനെ, നിന്റെ വല്ലിപ്പ മമ്മു ഹാജി ജാറത്ത് പോയില്ലേ? ആ പോയി. മരിച്ചോലെ പിടിച്ച് തേടിയില്ലേ? തേടി. പലിശ കൊടുത്തില്ലേ? കൊടുത്ത് കിടക്കുന്ന നരകത്തിലേക്ക്. എന്നോട് പറയോ? ഞാൻ ചോദിക്കൂലേ? മലിക്കുൽ ജബ്ബാറായ നീതിമാനായ റബ്ബേ, എന്റെ ഉപ്പയോ ഉപ്പാന്റെ ഉപ്പയോ ചെയ്തതിന് എന്നെ നീ എന്തിനാണ് ശിക്ഷിക്കുന്നത്? നീ നീതിമാനല്ലേ? മലിക്കുൽ ജബ്ബാറായ അല്ലാഹു അങ്ങനെ ചെയ്യോ? ചെയ്യൂല. ഇപ്പൊ മുസ്ലിയാക്കന്മാര് പറയുന്ന ആളുകളെ പഠിപ്പിക്കുക, നിന്റെ ഉമ്മ നരകത്തിലാണോ? നിന്റെ ഉപ്പ നരകത്തിലാണോ? ഉപ്പയുമ്മയൊക്കെ നരകത്തിലാണ്, നമ്മളും പോയിക്കോട്ടെ നരകത്തില്. ചില ആളുകൾ പറയാ അത്ര എളുപ്പല്ലേ നരകത്തിൽ പോകല്? നമ്മൾ എന്താ പറയേണ്ടത്? ഉമ്മ പോയാലും ഉമ്മാന്റെ ഉമ്മ പോയാലും ഉപ്പ പോയാലും ഉപ്പാന്റെ ഉപ്പ പോയാലും ഞാൻ പോകൂല നരകത്തിലേക്ക്, അവരും പോകരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. അതല്ലേ ഒരു മുസ്ലിമിന് വേണ്ടത്? അല്ലേ? പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അവിടുത്തെ ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ ന്യായം. എന്താ പരിശുദ്ധ ഖുർആൻ അതാ പറയുന്നു, അല്ലാഹു അവതരിച്ചതിലേക്ക് നിങ്ങൾ വരണമെന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങളെ പൂർവ്വപിതാക്കന്മാർ ഏതൊന്നിലായി ഞങ്ങൾ കണ്ടിട്ടുണ്ടോ അതാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. ആര് പറയും? അവിടുത്തെ ആളുകൾ പറയും. റസൂലുള്ളാഹിന്റെ അഭിസംബോധന സമൂഹം പറയും. അപ്പൊ അല്ലാഹു ചോദിക്കാണ്, അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. അവരുടെ പൂർവ്വപിതാക്കന്മാർ ഒന്നും ചിന്തിക്കാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരും ആണെങ്കിലുമോ, എന്നാലും നിങ്ങൾ അവരെ തന്നെ കടിച്ചു തൂങ്ങുകയാണോ? ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അനുഭവമല്ല. ഏതൊരു നാട്ടിലേക്ക് അള്ളാഹു പ്രവാചകന്മാരയച്ചപ്പോഴും അവിടുത്തെ സുഖലോലുപന്മാർ ഇപ്രകാരം പറയാതിരുന്നിട്ടില്ലെന്നാണ് സൂറത്ത് സുഖ്റുഫിൽ അള്ളാഹു പറയുന്നത്. അപ്പോൾ അമ്പിയാക്കൾ ചോദിക്കാണ്, അവലൗ ജിഅ്തുകും ബിഅഹ്ദാ മിമ്മാ വജദ്തും അലൈഹി ആബാഅക്കും. നിങ്ങൾ നിങ്ങളുടെ പൂർവിക തലമുറയെ പൂർവ്വപിതാക്കന്മാരെ കണ്ടതിനേക്കാൾ ഏതൊരു മാർഗത്തിലായി കണ്ടിട്ടുണ്ടോ അതിനേക്കാൾ ഏറ്റവും ഹിദായത്ത് നൽകുന്ന ഒരു മാർഗവുമായിട്ടല്ലേ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ളത്, എന്നിട്ടും നിങ്ങൾ അതിൽ തന്നെ കടിച്ചു തൂങ്ങുകയാണോ എന്ന് അമ്പിയാക്കൾ ചോദിക്കും. അപ്പോൾ അവര് പറയും, ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ. അല്ലാഹു നിങ്ങളെ ഏതൊന്നുകൊണ്ട് അയച്ചിട്ടുണ്ടോ അത് ഞങ്ങൾ ഇതാ നിഷേധിക്കുന്നു.
ഈ ഒരു സ്വഭാവം, ഈ ഒരു പൂർവീക തലമുറയെ കുറിച്ചുള്ള ഒരു പൂജാ മനസ്ഥിതി പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ സത്യത്തെ തെറ്റിക്കാണ്. ഖുർആൻ പറഞ്ഞു, തിൽക ഉമ്മത്തും ഖദ് ഖലത്ത് ലഹാ മാ കസബത് വലക്കും മാ കസബതും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. ആ സമുദായം ഒരു കഴിഞ്ഞു പോയ സമുദായം, അവർ നേടിയത് അവർക്കുണ്ടാകും. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. പൂർവീക തലമുറ എന്ത് നേടിയോ അത് അവർക്ക് കിട്ടും. ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അവരാണ് അനുഭവിക്കേണ്ടത്, അവരാണതിന് ഉത്തരവാദി. വലാ തുസ്അലൂന, നിങ്ങളോട് ചോദിക്കപ്പെടുന്നതല്ല. അമ്മാ കാനൂ യഅമലൂൻ, അവർ പൂർവീക തലമുറ എന്താണ് പ്രവർത്തിച്ചിരുന്നതെന്ന് നിങ്ങളോട് ചോദിക്കുകയില്ല. എന്നോട് ചോദിക്കൂല. സക്കരിയ, നിന്റെ വല്യം എന്താ ചെയ്തത്, നിന്റെ വല്ലിപ്പ് എന്താ ചെയ്തത് എന്നോട് ചോദിക്കൂല. നീ എന്താ ചെയ്തത്, നീ എന്താ വിശ്വസിച്ചത് എന്നാണ് ചോദിക്കുക. വളരെ ലളിതമായി സത്യം പോലും മൂടി വെച്ചുകൊണ്ടാണ് മുസ്ലിയാക്കന്മാര് ഈ പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞ് മുസ്ലിമീങ്ങളെ വഴിവെപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഫറോവ മൂസ നബിയുടെയും ഹാറൂൻ നബിയുടെയും ആ സത്യ സന്ദേശത്തിൽ നിന്നും ജനങ്ങളെ തടഞ്ഞു നിർത്താൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉന്നയിച്ച കുസൃതി ചോദ്യമാണ് ഇന്ന് മുസ്ലിയാക്കന്മാർ ചോദിക്കുന്നത്. സൂറത്ത് താഹയിലത പറയുന്നു, ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ. മൂസേ, നീ പറയുന്നതാണ് സത്യമെങ്കിൽ കഴിഞ്ഞ തലമുറകളുടെ, ആദിമ തലമുറകളുടെ അവസ്ഥ എന്താണ്? അവരൊക്കെ നരകത്തിലാണോ? അവരൊക്കെ പിഴച്ചവരാണോ? ഇന്ന് മുസ്ലിയാക്കന്മാർ ചോദിക്കുന്ന അതേ ചോദ്യം. അതിന് മൂസ നബി കൊടുത്ത മറുപടി, ഇൽമുഹാ ഇൻദ റബ്ബി. അവർ നരകത്തിലാണോ, അവർ പിഴച്ചവരാണോ എന്ന് എന്റെ റബ്ബിന്റെ അടുക്കൽ കൃത്യമായ അറിവുണ്ട്. ലാ യളില്ലു റബ്ബി വലാ യൻസാ. എന്റെ റബ്ബിന് പിഴക്കുകയില്ല, അവന് മറവി പറ്റുകയില്ല. അവര് നരകത്തിലോ സ്വർഗത്തിലോ എന്ന് പറയാമെന്ന ആളല്ല ഞാന്. അത് പറയേണ്ട ബാധ്യത എനിക്കില്ല, അതെന്റെ റബ്ബിനറിയാം. അത് തന്നെയാണ് മുജാഹിദുകൾക്ക് ഇന്നും എന്നും പറയാനുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ സുഹൃത്തുക്കളെ, മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സക്കരിയ സലാഹി പറഞ്ഞിട്ടുണ്ട്, മദീനയിലെ പച്ചക്കുബ്ബ, റസൂലുള്ളാഹിന്റെ ഖബറിനു മീതെയുള്ള പച്ചക്കുബ്ബ തകർക്കണം. KNM ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങളത് തകർക്കുമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടുണ്ട്. വളരെ വികാരം കൊള്ളിച്ചിട്ട് മുസ്ലിയാക്കന്മാര് പലയിടത്തും പറയുന്ന ഒരു കാര്യമാണ്. വാസ്തവത്തിൽ എന്താണ് സംഭവമെന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മണ്ണാർക്കാട് സംവാദത്തിൽ രണ്ട് സഖാഫികൾ മുമ്പിലിരുന്ന് ചോദിച്ചപ്പോൾ ഞാൻ അപ്പോൾ വിശദീകരിച്ചു. ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു, മുസ്ലിയാരെ, വെറുതെ അങ്ങ് കൊബ്ബ തകർക്കുന്ന വിഷയം എടുത്തിട്ടതല്ല, പിന്നെയോ നിങ്ങൾ പറയിപ്പിച്ചതാ. എന്താ പറയിപ്പിച്ചത്? ഞങ്ങൾക്ക് ജാറം കെട്ടാനുള്ള തെളിവ് മദീനയിലെ പച്ചക്കുബ്ബയാണ്. ഇവിടെ പ്രസംഗിച്ചപ്പോഴും പേരോട് പറഞ്ഞു, മദീനയിലെ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ വീടുകൾക്കും ഇതേ കലാബുൽ സാലിഹി എന്ന് പറയുന്ന ഒരു രാജാവ് ഹിജ്റ 600 ശേഷം ഒരു വലിയ പച്ചക്കുബ്ബ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നബിന്റെ ഭാര്യമാർ 9 ആളുടെയും ഒരു റൂമുണ്ട്. ആ റൂമുകൾക്ക് മീതെ ഒന്നിച്ച അതിന്റെ ഒരു മൂലയിൽ റസൂലുള്ളാഹിന്റെ ഖബറും പെട്ടുപോയി. അതിന്റെ താഴെ ഈ പച്ചക്കുബ്ബ സഹാബികളോ താബികളോ താബികളോ അതിന് ചേർന്ന താബി അവരാരും അറിയില്ല. 600 കൊല്ലം റസൂൽ വഫാത്തായിട്ട് 6.5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഒരാൾ ഉണ്ടാക്കിയതാ. അത് ഇസ്ലാമിൽ എങ്ങനെ തെളിവാകുമോ എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ പറയുന്നല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വീടിന് മുന്നിലുള്ള പച്ചക്കുബ്ബയാണ് ഞങ്ങൾക്ക് തെളിവെന്ന്, എന്നാൽ അതെങ്ങനെ നിങ്ങൾക്ക് തെളിവാകും എന്ന് ഞാൻ ചോദിച്ചു. അപ്പോ മുസ്ലിയാക്കന്മാര് പറഞ്ഞു, അതാണ് ഞങ്ങൾക്കുള്ള തെളിവ്. ഇവിടെയും പേരോട് പറഞ്ഞു. ഹുസൈൻ സലഫി എന്നോട് ചോദിച്ചു. അപ്പൊ ഞാനതാ ക്ലിപ്പെടുത്ത് കാണിച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ എന്താണ് ഇതുണ്ടായത്? 10ാം നൂറ്റാണ്ടിലാണ് പച്ച പെയിന്റ് അടിച്ചത്. അതിതാ ഇവിടെ സുന്നത്ത് മാസികയിൽ പറയുന്നു. ഹിജ്റ 10ാം നൂറ്റാണ്ടിൽ സുൽത്താൻ മഹ്മൂദ് രണ്ടാമൻ റൗള ഷരീഫിന്റെ മുകളിലുള്ള പച്ചക്കുബ്ബ നിർമ്മിക്കുകയും ചെയ്തു. പച്ചക്കുബ്ബ ഉണ്ടാക്കിയത് 10ാം നൂറ്റാണ്ടിലാണ് എന്ന് ഒരു കൂട്ടർ പറയുന്നു. എന്നാൽ പൂങ്കാവനത്തിൽ പറയുന്നു, പൂങ്കാവനത്തിൽ റസൂലുള്ളാഹിയുടെ ഖബർ ഒരു ചാൺ മാത്രമേ ഉയർത്തിയിട്ടുള്ളൂ എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്.